പ്രൈസ് ലോർഡ് സിസ്റ്ററെ, വെൽക്കം സിസ്റ്ററെ. പ്രൈസ് ലോർഡ് എൻ്റെ പാസ്റ്റർ. സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കർത്താവ് കേൾക്കാം. സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദീപ സിസ്റ്റർ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ആസാദി ചാനലിൻ്റെ ഈ ഒരു സെഷനിൽ കടന്നു വന്നതിന് ആദ്യമേ നന്ദി പറയുകയാണ്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തത്? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കനക്പുര റോഡ്, ഇവിടെ തലഗഡ്പുര എന്ന് പറയുന്ന ഒരു ശരി, ഏരിയയിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ താമസിക്കുന്നല്ലേ? അതെ, ബാംഗ്ലൂരിൽ താമസിക്കുന്നു. മിനിസ്ട്രി ചെയ്യുകയാണോ? ഞാൻ അതെ, ദൈവവേളയിലും വേറെ പഠിച്ചുകൊണ്ടും ഇരിക്കുന്നു. ശരി, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ നാട്ടിലെവിടെയാ? നാട്ടില് ഹസ്ബൻഡ് കോട്ടയമാണ്, ഞങ്ങളുടെ എടുത്തുവാ. ശരി, അപ്പോൾ ജീവിതാനുഭവങ്ങളൊക്കെ പറയാം കേട്ടോ. നമ്മുടെ യുവാട് കൂട്ടുകാരൊക്കെ കേൾക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. അടുത്ത ദിവസങ്ങളിൽ യൂട്യൂബിലൂടും ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ. ഒത്തിരി അനുഗ്രഹമായി തീരട്ടെ. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ജീവിതാനുഭവങ്ങളൊക്കെ പറയാം. ചെറിയ പ്രായം മുതൽ ഉള്ള അനുഭവങ്ങളൊക്കെ പറയാം. ഞങ്ങളെല്ലാം കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക. ശരി സിസ്റ്റർ. യാ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു നല്ല സമയം എനിക്ക് ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. അതേമാതിരി ഈ ഒരു ഇതിലേക്ക് ടെസ്റ്റിമണിയിൽ പറയാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന ചന്ദന സിസ്റ്റർ, അതേമാതിരി പാസ്റ്റർ ഫിന്നി, പാസ്റ്റർ സാൻഡി ആൻറ്റി, എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ ഒരു അവസരം ഞാൻ എൻ്റെ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വന്ന എല്ലാ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഈ സാക്ഷി അനേക യവനക്കാർക്കും, ആമേൻ ഹല്ലേലൂയ, ഇത് കേൾക്കുന്നവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. എൻ്റെ മമ്മി ഒരു റോമൻ കാത്തലിക് ആണ്. എൻ്റെ ഫാദർ ഒരു CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. ആമേൻ ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ മമ്മിക്ക്, അവര് പൂനെയിലായിരുന്നു, നാട്ടിൽ നിന്ന് പൂനെ പോയി അവര് സ്റ്റേ ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന് ഇവിടെ താമസിക്കുമായിരുന്നു. ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മിക്ക് ഒരു രോഗം, ആസ്ത്മാറ്റിക് പ്രോബ്ലം, അതേമാതിരി കിഡ്നിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടായി. അങ്ങനെ രോഗിയായി ഭയങ്കര കഷ്ടപ്പാടോടെ, ആമേൻ ഹല്ലേലൂയ, എൻ്റെ മമ്മി ഒരു ANM സ്റ്റാഫായിരുന്നു, ഡാഡി ഒരു പെയിന്റർ ആയിരുന്നു. അങ്ങനെ അവർ ഈ ബാംഗ്ലൂരിൽ വന്നു. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മിക്ക് അങ്ങനെ ഒരു കിഡ്നി പ്രോബ്ലം വന്ന് ഭയങ്കരമായിട്ട്, ആമേൻ, അത് കൂടി മുഖത്തിലും കയ്യിലും കാലിലും എല്ലാം സ്വെല്ലിങ് വന്ന്, എഡിമ വന്ന്, ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, എൻ്റെ ഡാഡിയോട് പറഞ്ഞു, ജോണെ, ഇനി ഒരു കൂടിപ്പോയ ഒരു 3 ദിവസം കൂടെ നിങ്ങളുടെ ഭാര്യ ജീവിക്കുകയായിരിക്കും, അതിനുശേഷം അവര് ജീവിക്കുവാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നോക്കാൻ പറ്റുമോ അങ്ങനെ നല്ലതായിട്ട് നോക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ, നാട്ടിലെ ആരെയും ഇവിടെ പരിചയമില്ല, ഒറ്റയ്ക്കാണ് ഡാഡി. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നു. എല്ലാ ദൈവത്തോടും പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ഭാര്യയ്ക്ക് ഒരു വിടുതൽ ദൈവം തരണമെന്നോർത്ത് ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ എവിടെയും വിടുതൽ കിട്ടിയില്ല. അങ്ങനെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് പകല് ഒരു 3 സഹോദരിമാര് നമ്മുടെ ഭവനത്തിലേക്ക് വരുവാൻ സാധ്യമായി. അവർ വീട്ടിൽ വന്നിട്ട് അവർ സുവിശേഷം പറഞ്ഞു മമ്മിയോട്. സത്യദൈവം യേശുവാണെന്നും നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷകരായി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രോഗത്തിൽ നിന്ന് പരിപൂർണ വിടുതൽ കിട്ടുമെന്നും അങ്ങനെ എല്ലാം മമ്മിയോട് പറഞ്ഞിട്ട് അവർ പോയി. മമ്മിക്ക് അത് കേട്ടപ്പം പറഞ്ഞു, ഞാനും യേശുവിനെ ആരാധിക്കുന്നത്, പക്ഷെ സ്നാനപ്പെട്ടിട്ടൊന്നും ഇല്ല, ഞാനും യേശുവിനെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാം എന്ന്. അപ്പൊ അവർ പറഞ്ഞു, ഇന്ന് രാത്രി സിസ്റ്റർ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ രോഗത്തിൽ നിന്ന് പരിപൂർണ സൗഖ്യം ദൈവം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി അന്ന് വൈകിട്ട് ഡാഡി ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ, ഹല്ലേലൂയ, മമ്മി ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഒരു 2-3 സഹോദരിമാര് വന്നച്ചാ, അവരിങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയിരുന്നു. അപ്പം ഡാഡി അത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല, സൈലന്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം മമ്മി രാത്രി എഴുന്നേറ്റിരുന്ന് അവർ പറഞ്ഞ ആ ഒരു വചനങ്ങളും അവർ പറഞ്ഞ ആ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു. ദൈവമേ, യേശു കർത്താവെ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ കർത്താവെ, ഇതാ ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു, നീ എനിക്കൊരു സൗഖ്യം തരണമേന്ന് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, കിഡ്നി രോഗമായിട്ട് 85 kg വെയിറ്റിൽ ഉണ്ടായിരുന്ന എൻ്റെ മമ്മിയായിരുന്നു. ആമേൻ ഹല്ലേലൂയ. രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭവനം നിറച്ച് ഒരു വെളിച്ചമുണ്ടായപ്പോൾ മമ്മി ചോദിച്ചു, ഇത് ആരാ? അപ്പം ഒരു കൈ മമ്മിയുടെ അടുത്തേക്ക് വന്നു, ഒരു ഗുളിക.
അമ്മേൻ മമ്മിയുടെ വായിൽ ഇട്ട് കൊടുത്തു. മമ്മിക്ക് ഒരു സ്റ്റെപ്പ് പോലും കാല് വെക്കാനുള്ള ഒരു ഇതില്ല, ശക്തിയില്ല മമ്മിക്ക്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം. ഡാഡി വന്നെങ്കിലേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി ചോദിച്ചു, ആരാ ഈ ഗുളിക എനിക്ക് തന്നത്? അന്ന് എനിക്ക് വെള്ളം വേണമല്ലോ, ഗുളിക തന്നു, വെള്ളം വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആ ശബ്ദം പറഞ്ഞു, ഇത് മതി, ഇത് മതി എന്ന് പറഞ്ഞപ്പം മമ്മിയുടെ വാ നിറച്ച് വെള്ളം ഫില്ലാവാൻ തുടങ്ങി. ആ ഗുളിക മമ്മി അങ്ങ് സ്വോളോ ചെയ്തു. സ്വോളോ ചെയ്തപ്പോൾ പിന്നെയും വായി കൂടെ വെള്ളം വരാൻ തുടങ്ങി. പിന്നെയും സ്വോളോ ചെയ്തു. മമ്മി എങ്ങനെയൊക്കെയോ ചെയ്ത് ഡാഡിനെ അങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു, ഏത് ഗുളികയാ, ഏത് ഗുളികയാ തന്നേന്ന്. ഡാഡി പറഞ്ഞു, ഞാനൊരു ഗുളികയും തന്നില്ല. അപ്പം മമ്മി പറഞ്ഞു, ഇതാരാ, ഇതാരാന്ന് പറഞ്ഞപ്പോൾ, നീ പ്രാർത്ഥിച്ച യേശു ഞാൻ. അന്നൊരു ശബ്ദം കേട്ടു, അത്രയേ ഉള്ളൂ. ഇത് കേട്ടതും മമ്മിക്ക് യൂറിൻ പാസ് ചെയ്യാൻ സ്റ്റാർട്ടായി. അപ്പോഴത്തേക്ക് ഡാഡി വിളിച്ചോണ്ട് പോയി മമ്മീനെ. 85 kg ഉണ്ടായിരുന്ന മമ്മി അരമണിക്കൂറിനകത്ത് 55 kg നോർമൽ വെയിറ്റിലേക്ക് മമ്മി തിരിച്ചു വരുവാൻ സാധ്യമായി. ഇത് കണ്ടപ്പോൾ ഡാഡിക്ക് ഭയങ്കരമായിട്ട് അതിശയമായി. ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ മമ്മി പറഞ്ഞു, അവര് പറഞ്ഞു തന്ന പ്രാർത്ഥന, ഞാൻ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാൻ പോവാ അച്ഛാ, ദൈവം എനിക്കൊരു വിടുതൽ തന്നെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ ഡോക്ടറിന്റെ അടുത്ത് ഡാഡിയും മമ്മിയും കടന്നുപോയി. മമ്മീനെ കണ്ടപ്പോൾ ഉടനെ ആ ഡോക്ടറിന് അതിശയമായി ഡോക്ടർ ചോദിച്ചു, സിസ്റ്ററെ, നിങ്ങൾ ഏത് ആശുപത്രിയിലാ പോയേ, ഏത് ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റാ നിങ്ങൾ എടുത്തേന്ന് ചോദിച്ചു. മമ്മി പറഞ്ഞു, ഞാൻ ജീസസ് ക്രൈസ്റ്റ് എന്ന ഡോക്ടറിന്റെ അടുത്തേക്കാ പോയത്. ആ ജീസസ് ക്രൈസ്റ്റ് എനിക്ക് ഹല്ലേലൂയ ജീവൻ തന്നു എന്ന് പറഞ്ഞു. ഡോക്ടറിന് ഒത്തിരി സന്തോഷമായി. അവർ പറഞ്ഞു, ഈ റിപ്പോർട്ട്സ് എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യുക, നിങ്ങളുടെ യേശു കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തന്നു. മമ്മിക്ക് ഒരു പുതിയ കിഡ്നി യേശു അന്ന് കൊടുത്തു. ആ ഗുളിക എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ മമ്മി വിശ്വസിച്ചു, അത് യേശുവിന്റെ ഹല്ലേലൂയ ഔഷധം ആണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, രോഗങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ അത് എത്ര വലിയ രോഗമാണെങ്കിലും ദൈവം സൗഖ്യം തരും. അങ്ങനെ എൻ്റെ മമ്മി സ്നാനപ്പെട്ടു, ദൈവ പൈതലായി. അത് കഴിഞ്ഞപ്പോൾ ഡാഡി ഇതൊക്കെ കണ്ടു ഒത്തിരി സന്തോഷമായി. ഇത് നല്ല ജീവിക്കുന്ന ദൈവമെന്ന് മനസ്സിലായാലും ഡാഡിക്ക് ഒരു CSI ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് വിട്ടു വരാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഡാഡി ഇവിടെ ബാംഗ്ലൂരിൽ അറിയപ്പെട്ട ഒരു ടെമ്പിളിലെ റാഗിഗുഡ എന്ന് പറയും, ആ ഒരു ടെമ്പിളിലെ പെയിന്റ് ജോലിയായിരുന്നു ഡാഡിക്ക്. ഒരു വർഷം ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ അടുക്കവും പിന്നെ ഐഡൽസിനെയൊക്കെ പെയിന്റ് അടിക്കുന്ന ആ ജോലിയായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് സത്യ ദൈവം ആരാന്ന് കാണിച്ചു തന്ന ദൈവം ഇപ്പോൾ എന്റെ ഭർത്താവിനോട് ഇടപെടണം. ഡാഡി മേളിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം ഡാഡിയുടെ പേര് വിളിച്ചു, ജോൺസൺ, നീ എന്നെ വിശ്വസിക്കാത്ത എന്താന്ന് ചോദിച്ചു. ഡാഡി തിരിഞ്ഞു നോക്കി, ഇത് ഏത് മനുഷ്യനാ സംസാരിക്കുന്നതെന്ന്. പിന്നെ ഒരു വട്ടം കൂടെ ഡാഡിയുടെ പേര് ദൈവം വിളിച്ചപ്പോ തന്നെ ഡാഡി പൊട്ടിക്കരയാൻ തുടങ്ങി. ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റു പറയാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. വീട്ടിലേക്ക് വേഗം പെർമിഷൻ ചോദിച്ച് വീട്ടിലേക്ക് വന്ന മമ്മിയോട് പറഞ്ഞു, ദൈവം എന്നോട് ഇടപെട്ടു, ഞാനും നിന്റെ കൂടെ സ്നാനപ്പെട്ട് ദൈവ പൈതലായി മാറാൻ പോവാ. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ ഡാഡി ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വീട് ആ ഒരു 30 വർഷം പുറകിലാണ്. ഞങ്ങളുടെ വീട് ചെറിയ വീടായിരുന്നു. അപ്പോൾ ഒരു ബ്യൂറോ ഇല്ലായിരുന്നു, ചെറിയൊരു ബ്യൂറോ ഉള്ളായിരുന്നു. അപ്പൊ മമ്മി ആ ഒരു ബ്യൂറോയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഡാഡി പറഞ്ഞു, നീ ബ്യൂറോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണോ, ദൈവം ഇപ്പൊ നൂലെ കെട്ടി തരും താഴേക്ക് എന്ന് പറഞ്ഞു. എന്റെ മമ്മി പറഞ്ഞു, അച്ഛാ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാലും എന്റെ ദൈവം എനിക്ക് ബ്യൂറോ തരും എന്ന് പറഞ്ഞു. മമ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ ഡോറെ ഒരാൾ വന്നു തട്ടി. ഉടനെ മമ്മി ആ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ആന്റിയാണ്. അപ്പം വേഗം പറഞ്ഞു, ജോണെ, നീ പുറത്തേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്നാ ആന്റി എന്ന് പറഞ്ഞു. എനിക്ക് ഒരു സഹായം ചെയ്യാനാ മോനെ, ഒന്ന് വെളിയിൽ വരാമോ എന്ന് ചോദിച്ചു. ഡാഡി പുറത്തേക്ക് ഇറങ്ങി വന്നു നോക്കിയപ്പോ ഉണ്ടല്ലോ ഒരു ടെമ്പോ ആണ്. ആ ആന്റി പറഞ്ഞു ടെമ്പോയുടെ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ പുതിയൊരു ബ്യൂറോ. ആമേൻ, ഹല്ലേലൂയ. ഡാഡി അന്തിച്ചു പോയി. നീ
ഇപ്പോൾ ഇവിടെ വീട്ടിലിരുന്ന് പറഞ്ഞത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഡാഡിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നേക്കാൾ മുമ്പേ തന്നെ ദൈവത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ അറിയാം. ഹല്ലേലൂയ, ആമേൻ. ഡാഡിക്ക് അതും കൂടെ ആയപ്പം ഇനി വെയിറ്റ് ചെയ്യാൻ ആവുന്നില്ല, നാളെ തന്നെ പോയി സ്നാനപ്പെടണം. പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, സ്നാനപ്പെട്ടു, ദൈവമക്കളായി. അങ്ങനെ ഞങ്ങളുടെ ഡാഡിയും മമ്മിയും കൂടെ ഹല്ലേലൂയ ജോലി ചെയ്തുകൊണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. അന്ന് തൊട്ട് അവരുടെ ലൈഫ് ദൈവത്തിന് വേണ്ടിയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഡാഡി ദൈവത്തിന്റെ ദൈവത്തിന്റെ വേല ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദൈവവേല രണ്ടുപേരും ശക്തമായി ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മമ്മി ഞങ്ങളുടെ ഏരിയയിലെ ഒരു റൗഡിയുടെ മോളിനോട് സുവിശേഷം പറഞ്ഞു. ആ മോള് പൊട്ടിക്കരഞ്ഞ് അവള് സ്നാനപ്പെട്ടു. അങ്ങനെ അവള് ദൈവ പൈതലായി ജീവിച്ചോണ്ട് വന്നപ്പോൾ ഒരു ദിവസം മമ്മിക്ക് കണ്ടിന്യൂസ് ആസ്തമാറ്റിക് പ്രോബ്ലം ഉണ്ടായി. 4 ദിവസം ഫുള്ള് ആസ്തമാറ്റിക് പ്രോബ്ലം ആയിട്ട് മമ്മിക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ മമ്മി പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് എന്തുവാ, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയതാണല്ലോ, പിന്നെ എന്തിനാ എനിക്ക് ഈ രോഗം വന്നത്? 4 ദിവസം മമ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. എല്ലാരും വിളിച്ച് ചോദിച്ചു, സിസ്റ്റർ എന്നാ പ്രാർത്ഥനയ്ക്ക് വരാത്ത? മമ്മി പറഞ്ഞു, എനിക്ക് കുറച്ച് വയ്യാതുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജോയിൻ ചെയ്തോളാം. അങ്ങനെ 4 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം മമ്മി പ്രാർത്ഥനയ്ക്ക് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ദേശം അറിയായിരിക്കും, മടിവാള എന്ന് പറയുന്ന ദേശം. മടിവാളല് മാർക്കറ്റ്, ആ മാർക്കറ്റിന്റെ ആ സെന്റർ ഭാഗത്തിലാണ് അവരുടെ വീടുള്ളത്. അങ്ങനെ മമ്മി പ്രാർത്ഥനയ്ക്ക് പോയി. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഈ റൗഡി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മമ്മി ബൈബിള് പിടിച്ചോണ്ടാ നടന്നേ. ഉടനെ മമ്മിയുടെ ബൈബിൾ പിടിച്ച് വലിച്ച് റോഡിലേക്ക് എറിഞ്ഞു. മമ്മീനെ കൈ പിടിച്ച് വലിച്ച് ഒരു സൈഡ് നിർത്തിയിട്ട് പറഞ്ഞു, നീ എന്റെ മോളെ ക്രിസ്ത്യാനിയാക്കോ അല്ലേ, നീ എന്റെ മോളെ കൺവേർട്ട് ആക്കോ അല്ലേ, അതുകൊണ്ട് നിനക്കറിയാവോ, നിന്റെ ദൈവം നിന്നെ കാത്തതാ. 4 ദിവസം നിന്റെ ഫോട്ടോ ഞാൻ എന്റെ റൗഡി പിള്ളേരുടെ കൈ കൊടുത്തിരിക്കുമായിരുന്നു. ഈ വാനെ മൊത്തം നിന്റെ ഫോട്ടോ പിടിച്ച് അവർ ഇറങ്ങി നടക്കുമായിരുന്നു. നിന്നെ അവരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ നിന്നെ പീസ് ആക്കി ഈ റോഡിലേക്ക് ഇട്ടേനെ എന്ന് പറഞ്ഞു. മമ്മിക്ക് വേഗം ഭയങ്കര പേടിയ, ദൈവമേ യേശുവെ എന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് വിടുവിക്കണേന്ന് പറഞ്ഞു മമ്മി ആ ബൈബിളും പിടിച്ചോണ്ട് വീട്ടിൽ വന്നിട്ട് മമ്മി പ്രാർത്ഥിച്ചു. മമ്മി അവിടെ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവമേ എന്നെ 4 ദിവസം ഹല്ലേലൂയ എന്നെ രോഗിയായി വീട്ടിൽ കിടത്തിയില്ലായിരുന്നെങ്കിൽ ഹല്ലേലൂയ, എന്റെ മമ്മിക്ക് ഭയങ്കര ആഗ്രഹം ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിന് വേണ്ടി പ്രാണം പോകണമെന്ന്. കർത്താവേ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചല്ലോ, അതിനായി സ്തോത്രം എന്ന് പറഞ്ഞു. ദൈവമക്കളെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവരുടെ മോൻ ആവുവാൻ ദൈവം ഹല്ലേലൂയ അവിടെ ഒരു അവസ്ഥയായി. അത് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പാരലൈസിസ് ആയിട്ട് മോളോട് പറഞ്ഞു, നീ സേവിക്കുന്ന ദൈവം ോട് ഒന്ന് പ്രാർത്ഥിക്കാവോ? എന്റെ മമ്മീനെ വിളിപ്പിച്ചു, പ്രാർത്ഥിച്ചു, മനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ, തന്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി സ്നാനപ്പെടാൻ സാധ്യമായില്ല, പക്ഷെ രക്ഷിക്കപ്പെട്ടു. അത് കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി. പക്ഷെ ആ സ്നാനപ്പെട്ട ചേച്ചി ഇന്ന് മൈസൂരിൽ അവർക്ക് 10-15 സഭകളുണ്ട്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിനോട് ചോദിക്കുമല്ലോ, ദൈവം എന്തിനാ എനിക്ക് മാത്രമേ ഈ കഷ്ടം എന്തിനാണ് നമ്മൾ ചോദിക്കും. അതൊരു നന്മയ്ക്കാണ്, അതൊരു സാക്ഷിക്കാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ മമ്മീനെ അതിൽ നിന്ന് വിടുവിക്കാൻ ദൈവം സഹായിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഡാഡിയും മമ്മിയും ജോലി ചെയ്തുകൊണ്ട് വേല ചെയ്യുമായിരുന്നു. അപ്പൊ ഭയങ്കര എന്റെ അനിയന് കുഞ്ഞാണ്, 12 മണി വരെ ദൈവവേല ചെയ്യും. പിന്നെ വൈകിട്ട് വന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത്. മമ്മി ഒരു പാത്രം വെക്കും, ആ പാത്രത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാത്തിന്റെ ഒരു പങ്ക് എടുത്തു വെക്കും. അത് നിറയുമ്പോൾ മമ്മി പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ ഇത് ആർക്കാ കൊടുക്കണ്ടേ, അവരെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവാ, ഹല്ലേലൂയ ദൈവമേ നീ കൊണ്ടുവാ. അങ്ങനെ പറഞ്ഞ ദൈവവേലയിൽ ഇങ്ങനെ കാംക്ഷയുള്ള എന്റെ ഡാഡി മമ്മി ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ എന്റെ സ്വന്തം കണ്ണി കണ്ടിട്ടുണ്ട്. അവർക്കില്ലേലും ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവേ, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നത്. ഇത് എന്തിനാ ഞാൻ പറയുന്നത്? കുറച്ചു നേരം കഴിയുമ്പോൾ എന്റെ ഒരു ടെസ്റ്റിമണിയിലേക്ക് വരുമ്പം നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞതെന്ന്. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ആന്റി ഓടി വന്നു, പറഞ്ഞു, പാസ്റ്ററെ എന്റെ 3 പിള്ളേരുടെ ഫീസ് കിട്ടിയിട്ടില്ല, അവര് വെളിയിൽ നിൽക്കുക, ഹല്ലേലൂയ, അതുകൊണ്ട് എന്തേലും പാസ്റ്റർ നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി എന്തേലും ഒരു സഹായം ചെയ്യണോ നിങ്ങളെ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഡാഡിയും മമ്മിയും ചേർത്ത് വെച്ച പൈസയായിരുന്നു ഒരു വാഹനം മേടിക്കണമെന്ന്. എനിക്ക് ഓർമ്മയുണ്ട്. ഡാഡി ആ മുഴുവൻ പൈസ എടുത്ത് അവരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ഹല്ലേലൂയ നിങ്ങളുടെ പിള്ളേരുടെ സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്തോളാൻ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മുന്നിൽ പറയാം ഇത് എന്തിനാ ഞാൻ പറഞ്ഞതെന്ന്.
നമ്മുടെ ദൈവം. ഞാൻ ആ പാട്ട് തന്നെയാണ് ഞാൻ ഇന്ന് പാടാൻ വന്നത്. അവൻ ആർക്കും കടക്കാരനല്ല. ആമേൻ, ഹല്ലേലൂയ. പിള്ളേർ അതേ പാട്ട് പാടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ദൈവം അറിഞ്ഞോണ്ട ഈ ഒരു അവസരം ആമേൻ ദൈവം നമുക്ക് തന്നത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2007 ഡാഡിക്ക് സഡൻ ആയിട്ട് ഒരു ഹാർട്ടിൽ പ്രോബ്ലം വന്നു. ഹാർട്ടിലെ വാൽവില് ഒരു പ്രോബ്ലം വന്ന് ഒരു ദിവസം ഞങ്ങളെ ട്യൂഷന് എന്നെയും എൻ്റെ അനിയനെ ട്യൂഷനിൽ നിന്ന് ഡാഡി വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, റസീന നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മമ്മി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ എടുത്തു, മമ്മിയുടെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നീ നിന്റെ ഭവനത്തിലേക്കും പോകണ്ട, എന്റെ ഭവനത്തിലേക്കും പോകണ്ട, ഈ ബാംഗ്ലൂരിൽ ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കണം. ഈ ബൈബിള് നിങ്ങളെ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. ഡാഡി ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, റസീന നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡാഡി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി. ആമേൻ, ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആമേൻ, ഹല്ലേലൂയ. ബാംഗ്ലൂരിൽ 2 പിള്ളേരെയും പഠിപ്പിച്ചുകൊണ്ട് ഒരു സഹോദരി ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ സെക്കൻഡ് PUC എക്സാം എഴുതുന്ന ആ സമയമാണ്. എൻ്റെ സഹോദരൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ സെക്കൻഡ് PUC ഞാൻ പഠിക്കാൻ വന്നപ്പോൾ ആമേൻ, ഹല്ലേലൂയ, എൻ്റെ അതിനു മുമ്പേ ഞാൻ ഒരു സാക്ഷി പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഡാഡി മരിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടങ്ങൾ വന്നു. ഒരു ദിവസം മമ്മി പറഞ്ഞു, നമുക്ക് എന്ത് കഷ്ടം ഉണ്ടെങ്കിലും യേശുപ്പച്ചനോട് പറഞ്ഞാൽ മതി, മനുഷ്യരെ നമ്മൾ നോക്കണ്ട. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ പച്ചവെള്ളം കുടിച്ചോണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് മീൻകറിയാണ്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ അപ്പനും അമ്മയും വിശ്വാസ നായകന്മാരായതുകൊണ്ട് അതേ വിശ്വാസം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ദൈവമക്കളെ. അങ്ങനെ ഒരു ദിവസം വീട്ടിലെ എല്ലാം തീർന്നുപോയി. മമ്മി ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ കാണുന്ന മമ്മി എല്ലാ പാത്രങ്ങളും കഴുകി ഹോളി വെക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, ഇതെന്നാ മമ്മി എല്ലാം കഴുകി ഹോളി വെച്ചിരിക്കുന്നത്? മക്കളെ, ഇന്ന് വൈകിട്ടത്തേക്ക് ഒന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും നമുക്ക് തരും. അപ്പൊ ഇന്ന് വെള്ളമാണോ? ഇന്ന് ഞാൻ വെള്ളം ചൂടാക്കി തരാം, മക്കൾ അത് കുടിച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു. 10 മണി ആയപ്പോൾ എനിക്കും അനിയനും ഭയങ്കര വിശപ്പ് തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. വിശപ്പെന്ന് വെച്ചാൽ എത്ര വെള്ളം കുടിച്ചിട്ടും ഞങ്ങൾക്ക് മതിയാവുന്നില്ല. മമ്മി പറഞ്ഞു, എന്നാ മക്കള് വാ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10 മണി പ്രാർത്ഥിച്ചു, 10:30 ആയി, ഒന്നും ആയില്ല. ഞങ്ങൾ കയറി കിടന്നു. ഒരു 10:45 ആയപ്പം വീട്ടിൽ ഒരാൾ വന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരു ഹരി എന്ന് പറയുന്ന ഒരു ചേട്ടൻ വന്നിട്ട് വാതിൽ തട്ടി. മമ്മി തുറന്നു നോക്കിയപ്പോൾ 2 കൈ നിറച്ച് ഐറ്റം 1 മാസത്തേക്കുള്ള സാധനങ്ങളുമായിട്ട് ഹരിചേട്ടൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കയറി വന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പം മമ്മി ചോദിച്ചു, ഇതെന്താ രാത്രി 10:45 ആവുന്നല്ലോ മോനെ, ഇതെന്താ നീ ഇങ്ങനെ വന്നേ എന്ന് ചോദിച്ചു. അപ്പം ആ ബ്രദർ എൻ്റെ മമ്മീനെ നോക്കിയിട്ട് ഒരു വാക്ക് പറഞ്ഞു, ആന്റി, ഇന്നലെ എൻ്റെ മമ്മിയുടെ കൈ ഞാൻ പൈസ കൊടുത്തു. ദൈവം എന്നോട് പറഞ്ഞു, റസീന സിസ്റ്ററുടെ വീട്ടിലേക്ക് പോയിട്ട് 1 മാസത്തെ സാധനങ്ങൾ നീ മേടിച്ചു കൊടുക്കണമെന്ന്. ഞാൻ മമ്മിയുടെ കൈ പൈസ കൊടുത്ത് ഞാൻ ഓഫീസിൽ പോയിട്ട് ദൈവം എനിക്ക് അവിടെ ഇരിക്കാൻ എനിക്ക് അനുവദിക്കുന്നില്ല. നീ ചോദിക്കുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നു. എൻ്റെ മമ്മിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ ഞാൻ മറന്നുപോയിന്ന്. ഉടനെ ഹല്ലേലൂയ ആ ചേട്ടൻ പറഞ്ഞു, മമ്മി ഇപ്പൊ തന്നെ വാ, ദൈവം എനിക്ക് സമാധാനം തരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കടയിൽ പോയി സാധനം മേടിച്ച, ആന്റി ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുക, ഇനി ഞാൻ പോയി സ്വസ്ഥതമായി കിടന്നുറങ്ങണം. ദൈവമക്കളെ, ഇവിടെ തീർന്നപ്പോ ദൈവം അവിടെ ഇടപെട്ടു. ആമേൻ, ഹല്ലേലൂയ. വരാൻ കുറച്ച് സമയമെടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഇല്ലായ്മയിൽ മനുഷ്യരിൽ ആശ്രയിക്കരുതേ. ദൈവത്തിന്റെ മുഖം നോക്കി ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ഒരാളുടെ അടുത്ത് പോയി കൈ ചോദിക്കുവാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 10ാം ക്ലാസ് ഞാൻ പഠിച്ചപ്പോൾ, അപ്പൊ എൻ്റെ ഡാഡി എൻ്റെ കൂടെ ഉണ്ട്. 10ാം ക്ലാസ് ഞാൻ പഠിച്ചപ്പോൾ ഒരു പാസ്റ്റർ വന്നു, എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, മോൾക്ക് ദൈവം BSc നഴ്സിംഗിന് സീറ്റ് തരും, ഒരിക്കലും ജനറൽ നഴ്സിംഗ് മോൾ എടുക്കരുതെന്ന് പറഞ്ഞു. വാഗ്ദത്തം കേട്ട ദിവസം തൊട്ട് കഷ്ടങ്ങളും തുടങ്ങി. സെക്കൻഡ് PUCയിലേക്ക് ഞാൻ വന്നു. നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നേ. അപ്പം ജനുവരി മാസത്തിൽ ഡാഡി മരിക്കുന്നു, മാർച്ച് മാസത്തിൽ എൻ്റെ എക്സാം. അപ്പം പേരൻസ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എൻ്റെ മമ്മി വരുമ്പോഴേ ഞങ്ങളുടെ പ്രിൻസിപ്പാളെ നോക്കിയിട്ട് പറയും, ആന്റി പൊക്കോ, ദീപ നല്ല കൊച്ചാ, അവള് ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവും എന്ന് പറഞ്ഞു.
അത് കേൾക്കുമ്പോൾ മമ്മിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ സെക്കൻഡ് PUC എക്സാം എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പഠിക്കാനായില്ല, ഡാഡിയുടെ ഇതും ഒക്കെ ആയിട്ട് പഠിക്കാനായില്ല. 2 സബ്ജക്റ്റ് ഫെയിലായി. അന്ന് വരെ ഫെയില്യൂർ എന്നാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഫെയിലായി. മമ്മി പറഞ്ഞു സാരമില്ല മോളെ, മോള് പഠിക്കുന്ന കൊച്ചല്ലേ, പപ്പയുടെ ഇതൊക്കെ വന്നുകൊണ്ടല്ലേ, അടുത്ത എക്സാം എഴുതാന്ന്. അങ്ങനെ സപ്ലിമെന്ററി പോയി എഴുതി, അതിലും ഫെയിലായി. അങ്ങനെ 1 വർഷം ഭവനത്തിൽ ഇരിക്കേണ്ടി വന്നു. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ നീ പറഞ്ഞു നഴ്സിംഗ് തരുമെന്ന്, ഇവിടെ ഞാൻ തോട്ട് തൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ചില ഫെയില്യൂർസ് നമ്മളെ നശിപ്പിക്കാനല്ല കേട്ടോ, നമ്മുടെ വാഗ്ദത്തങ്ങളുടെ നിറവേറാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഭവനത്തിൽ ഇരുന്നപ്പോൾ കുറെ നിന്ദകൾ കേട്ടു, കുറെ നിന്ദ കേട്ടു. എവിടെയെങ്കിലും വീട്ടുജോലിക്ക് പോകാൻ പറഞ്ഞു ചിലവര് പറഞ്ഞു ഗാർമെന്റ്സ് ഉണ്ട് മോളെ, ഗാർമെന്റ്സിൽ പോ, അമ്മേനെ അനിയനെ നോക്കണ്ടേ എന്നൊക്കെ കുറെ നിന്ദകൾ ഞാൻ കേട്ടു. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു, ഒരു ട്യൂഷൻ എടുക്കാം. ഏതായാലും ഭവനത്തിൽ ഇരിക്കുമല്ലേ, അങ്ങനെ അമ്മയും ഞാനും കൂടെ ചേർന്ന് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമേരിക്കയിൽ ഒരു ആന്റി അമേരിക്കയിലേക്ക് പോവുക. അപ്പൊ അവർ എന്നോട് പറഞ്ഞു, മോളെ ഒന്ന് വീട്ടിലേക്ക് വരാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. ദൈവമക്കളെ, ചിലവർ നമ്മളോട് സഹായം ചോദിച്ചു വരുമ്പം നമ്മളെ കൊണ്ട് ആവുകയാണെങ്കിൽ ചെയ്തോണം കേട്ടോ. എന്നറിയോ, അത് ചില വാഗ്ദത്തങ്ങളുടെ നിറവേറ്റലായിരിക്കും. നമ്മൾ ഓർക്കും ഒരു സഹായം ചോദിച്ചല്ലോ ചെയ്തേക്കാം, അങ്ങനെയല്ല. ചില ഹെൽപ്പുകൾ ഉണ്ടല്ലോ, അത് ദൈവം കാണുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്റെ വാഗ്ദത്തം നിറവേറിയത് ആ വീട്ടിലേക്ക് പോയ ഒരു അത്ഭുതമാണ്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ഞാൻ പോയപ്പോൾ ഞാൻ സഹായിച്ചോണ്ടിരുന്നപ്പോൾ അവിടേക്ക് ഒരു അങ്കിൾ കയറി വന്നു. അവരുടെ പേര് അശോക് ഗൗഡ. ആമേൻ, ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നു. എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരു അങ്കിള്. അപ്പൊ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോൾ ആ അങ്കിൾ എന്നെ വാച്ച് ചെയ്തോണ്ടിരുന്നു. എന്നോട് ചോദിച്ചു, മോളുടെ പേര് എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പേര് ദീപ. അപ്പം പറഞ്ഞു, മോൾ എന്തെടുക്കുവാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ ഒരു ചമ്മലുണ്ടായിരുന്നു, എന്നാലും ഞാൻ പറഞ്ഞു, അങ്ങളെ ഞാനിങ്ങനെ സെക്കൻഡ് PUC പഠിച്ചു, ഇങ്ങനെ 2 സബ്ജക്റ്റ് ഫെയിലായി, ഇപ്പൊ ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്, അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യുവാന്ന് പറഞ്ഞു. അപ്പം അങ്കിളിന് എന്നോട് ചോദിച്ചു, മോൾക്ക് എന്ത് ചെയ്യാൻ അടുത്തത് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങളെ എനിക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാന്ന് പറഞ്ഞു. ഉടനെ അശോകോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് മോളൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ആങ്കിളോട് ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. വീട്ടിൽ വന്ന് മമ്മിയോട് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, പരിചയമില്ലാത്ത ഒരാള് അങ്ങനെ പറഞ്ഞ ഉടനെ നമ്മൾ പോവാൻ മോശമല്ലേ മോളെ, ഇങ്ങനെയാന്ന് ഒന്നും അറിയില്ലല്ലോ എന്ന്. അങ്ങനെ ഞാനും സൈലന്റ് ആയിട്ടിരുന്നു. പിറ്റേ ദിവസം 6 മണിയായപ്പം ആ അങ്കിള് ഫോൺ വിളിച്ചു. ഇന്ന് 7 മണിയാകുമ്പം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ മോളുടെ എല്ലാ ഇതും എടുത്തോണ്ട് വരണം, എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാം എടുത്തോണ്ട് വരണം. അപ്പഴത്തേക്ക് എന്റെ എക്സാമിന്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അങ്ങനെ എന്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ദൈവമക്കളെ, 500 ഗവൺമെന്റ് സീറ്റ്, 500 ആൾക്കാർ വന്നിട്ടുണ്ട്, 50 ഗവൺമെന്റ് സീറ്റ്. ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ എന്റെ അടുത്തുള്ളവരോടൊക്കെ ഞാൻ പോയി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പെർസെൻറ്റേജ് എത്ര? 97, 98, 99. ഞാൻ മമ്മിയോട് പറഞ്ഞു, അമ്മ നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. മമ്മി ചോദിച്ചു, എന്നാ മോളെ? അമ്മ 90യുടെ മേലിൽ പെർസെൻറ്റേജ് ഉള്ള ആൾക്കാരായി നിൽക്കുന്നത്, 500 പേരുണ്ട്. ഞാൻ തൊപ്പിയിട്ട് 1 ഇയർ വീട്ടിൽ ഇരുന്ന എനിക്ക് എന്ത് സീറ്റ് കിട്ടാനാ, നമുക്കങ്ങ് പോവാന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, വേണ്ട മോളെ, ഏതായാലും നമ്മൾ വന്നല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ദൈവമക്കളെ, വിശ്വസിക്കുകയോ ഇല്ലയോ, വൈകുന്നേരം 4 മണിയായി, ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, മമ്മി ഇനി നമുക്ക് പോവാം, എന്റെ പേര് വിളിച്ചിട്ടില്ല, എന്റെ നമ്പർ ഇനി വിളിക്കാനും പോകുന്നില്ല, നമുക്ക് പോയി കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ഒരു പെണ്ണിനോട് എന്റെ നമ്പറും എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ പോയി കഴിച്ചിട്ട് വന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്റെ പേര് വിളിച്ചോ? ഇല്ല എന്ന് പറഞ്ഞു. 6 മണിയായി. ഞാൻ പറഞ്ഞു, മമ്മി നമുക്ക് പോവാം, ഈ 500 പിള്ളേരിൽ 50 സീറ്റ് എപ്പോഴോ കഴിഞ്ഞു കാണും, ഇനി നമ്മൾ ഇത് വേസ്റ്റ് ഓഫ് ടൈമാ, നമുക്ക് പോവാന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, നമുക്കൊരു 6:30 വരെ നോക്കാന്ന് പറഞ്ഞു. ദൈവമക്കളെ, 6:15 ഇതിനു മുമ്പേ നടന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് അത് പറഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ പാസ്റ്റർ എന്നെ വിളിച്ചോണ്ട് ഇവിടെ അറിയപ്പെട്ട ഒരു കോളേജ് ഉണ്ട്, അവിടെ എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ മോൾക്ക് ഒരു അഡ്മിഷൻ വേണോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അവിടുത്തെ പ്രിൻസിപ്പൽ എന്നോട് ദയ കാണിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ 3 വർഷത്തെ ജനറൽ നഴ്സിംഗിന്റെ സീറ്റ് തരാം, 1 ഇയർ മോള് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്തു തരണം, അത് കഴിയുമ്പോൾ
മോള് വേണമെങ്കിൽ BSc പഠിക്കുകയാണെങ്കിൽ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ പാസ്റ്റർ പറഞ്ഞു, വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മോളെ ഞാൻ കഷ്ടപ്പെട്ട ഈ ഒരു സീറ്റ് മോൾക്ക് മേടിച്ചു തരുന്നേന്ന്. ഞാൻ എൻ്റെ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ ഞാൻ നാളെ വരത്തില്ലെന്ന്. പാസ്റ്റർ എന്നോട് ദേഷ്യവും ഒരു സങ്കടവും കോപവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന മോൾക്ക് ഒരു സീറ്റ് ഒപ്പിച്ച് തന്നപ്പം മോൾ ഇങ്ങനെയാണോ പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, 10ാം ക്ലാസ്സിലുള്ളപ്പം ദൈവം എന്നോട് ഇടപെട്ടതാ. ജനറൽ നഴ്സിംഗ് വരും, എടുത്തു പോകരുത്, BSc നഴ്സിംഗ് തരും. അങ്ങനെ പറഞ്ഞപ്പോ പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല. ചായയും വേണ്ട, ഒന്നും വേണ്ടെന്ന് അങ്ങ് പോയി. അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്. അങ്ങനെ അങ്ങനെ ഇതായപ്പം പാസ്റ്റർ ഞാൻ പിന്നെ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു വാഗ്ദത്തം ഉള്ളതുകൊണ്ടാ, അല്ലാതെ എനിക്ക് ജോയിൻ ചെയ്യാൻ ഒരു മടിയും ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു വാഗ്ദത്തം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിനെ അത് ഞാൻ ധിക്കരിച്ച കൂട്ടായിപ്പോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമക്കളെ ആരെക്കാളായപ്പം എൻ്റെ നമ്പർ ആ മൈക്കിൽ കൂടെ വന്നു, എൻ്റെ പേര് വിളിച്ചു. ഞാൻ അകത്തേക്ക് ചെന്നു. 4 ടേബിൾ ഇട്ടിട്ടുണ്ട്. ആദ്യമത്തെ ടേബിളിൽ ഞാൻ പോയി, കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു, എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തു. സെക്കൻഡ് ടേബിളിൽ പോയി, അവര് ഫസ്റ്റ് ടേബിളിലുള്ള ആൾ ഏതാണ്ടൊക്കെ ആക്ഷൻ ഒക്കെ കാണിച്ചു, ഇതൊക്കെ. അങ്ങനെ രണ്ടാമത്തെ ടേബിളിൽ പോയി അവർ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. മൂന്നാമത്തെ ടേബിളിൽ പോയപ്പോൾ അവരൊന്നും ചോദിച്ചില്ല, അവർ എഴുതി സൈനും സീലും ഒക്കെ ഇട്ട് 4ാമത്തെ ടേബിളിൽ വിളിച്ചു. 4ാമത്തെ ടേബിളിൽ പോയപ്പോൾ അവർ ചോദിച്ചു, മോൾക്ക് ഏത് ഹോസ്പിറ്റലാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഗവൺമെന്റ് വിക്ടോറിയ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, KR മാർക്കറ്റ്, ബാംഗ്ലൂർ, എനിക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഡിസ്റ്റിങ്ഷൻ മേടിച്ച പിള്ളേർ നിരയിൽ നിൽക്കുമ്പോൾ ഫെയിലായ എനിക്ക് അത് സൈനിട്ട് സീലിട്ട് യു ആർ അലോട്ടഡ് എന്ന് പറഞ്ഞു. അമേൻ. ഞാൻ അവിടെ നിന്ന് എൻ്റെ കണ്ണീന്ന് ഫുള്ള് ഞാൻ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു. ഞാൻ മുന്നോട്ട് നടന്നപ്പം 4ാമത്തെ സീറ്റ് ടേബിളിലെ ആൾ എന്നെ തിരിച്ചു വിളിക്കും. ഞാൻ ഓർത്തു, എൻ്റെ കർത്താവെ, തന്നത് ഇനി ക്യാൻസൽ ചെയ്യാൻ പോവാണോ എന്ന് ഓർത്തു. ഞാൻ യെസ് സാർ ടെൽ മീ എന്ന് പറഞ്ഞു. അപ്പം ആ 4ാമത്തെ ടേബിളിലെ സാർ എന്നോട് പറയുക, യു നോ 12 o'clock അകം 49 സീറ്റ്സും കംപ്ലീറ്റഡ്, ഓൺലി 1 സീറ്റ്. ഇത് ഞങ്ങൾ ഒരു നല്ല ഒരു കാൻഡിഡേറ്റിന് കൊടുക്കണമെന്ന് ഈ 6:30 വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നിനക്ക് തരാനാ ഫസ്റ്റ് ടേബിളിലുള്ള ആള് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, വാഗ്ദത്തമുണ്ടോ? കഷ്ടത തുടങ്ങി. അമ്മേ, ആ കഷ്ടതയിൽ പിടിച്ചു നിൽക്കുവാൻ തയ്യാറായ ദൈവമക്കൾക്ക് ആ വാഗ്ദത്തം അല്ലെങ്കിൽ അനുഭവിക്കുവാൻ ദൈവം സഹായിക്കും. യോസെഫിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതുവരെ യോസെഫിന് കഷ്ടതയില്ലായിരുന്നു, എല്ലാരും കൂട്ടത്തിലുണ്ടായിരുന്നു. അമേൻ. എന്ന് സ്വപ്നം കണ്ടോ അന്ന് തുടങ്ങി യോസേഫിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ. ഇന്ന് എന്നെ കേൾക്കുന്ന യൗവനക്കാർ പിള്ളേരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ നോക്കി ഒരു വാഗ്ദത്തം ദൈവം പറഞ്ഞെങ്കിലുണ്ടല്ലോ, അതിന് വിരുദ്ധമായി ശത്രു പോരാടും. പക്ഷെ വിട്ടുകൊടുക്കരുത് ദൈവമക്കളെ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചു, എനിക്ക് വേണമെങ്കിൽ എല്ലാവരും പറഞ്ഞു വിട്ട് ജോലിക്ക് പോകാം, പക്ഷെ പോയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി 21 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ആമേൻ. ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ഈ ഇന്ത്യൻ ഗവൺമെന്റിൽ ഒരു ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരു അപ്പൻ മരിച്ചു പോയാൽ ആ കുടുംബത്തിലേക്ക് മാസം മാസം ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കും. ദൈവമേ, എൻ്റെ ഡാഡി സേവ ചെയ്തത് നിന്റെ ഗവൺമെന്റിലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യമുണ്ടല്ലോ, ഹല്ലേലൂയ, പ്രായത കന്നഡയിൽ പറയാത്, പ്രായത സിംഹവും അസിതാവും യങ് ലയൺസ്, ഹല്ലേലൂയ, വിശന്നിട്ട് ഇത് ചെയ്യും, പക്ഷെ നീതിമാന്റെ മക്കള് ആമേൻ അതിന് ഇതാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും കഷ്ടതയിൽ ദുഃഖതയിൽ ഈ യവനക്കാരെ ആരെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കഷ്ടം വരും കേട്ടോ. നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യാൻ അനേകര് ഹല്ലേലൂയ നമ്മുടെ സ്വന്തത്തിൽ തന്നെ എഴുന്നേറ്റ് വരും. പക്ഷെ ആ വാക്കിനൊന്നും നിങ്ങൾ ചെവി കൊടുക്കാതെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. നിങ്ങൾ യേശുപ്പച്ചന്റെ മുഖത്തെ നോക്ക്. യേശുപ്പച്ചന്റെ മുഖം നോക്കി യാത്ര ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, ആരെടുത്തും ഞങ്ങളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞറിയോ, ഒരു 50 രൂപ എടുക്കാൻ യോഗ്യത ഇവർക്ക് BSc നഴ്സിംഗ് വേണോ, ഈ കൊച്ചിന് വേണോന്ന് ചോദിച്ചു. ദൈവമക്കളെ, ഞാനും എൻ്റെ മമ്മി കുറെ കോളേജിൽ നടന്നു. 1 വർഷം പഠിക്കാൻ കുറഞ്ഞത് മിനിമം ഒരു 2 ലക്ഷം എങ്കിലും വേണം ഒരു BSc നഴ്സിംഗ് പഠിക്കാൻ. നിങ്ങൾക്കറിയാവോ, ഗവൺമെന്റ് സീറ്റ് എനിക്ക് അലോട്ടായി. ഞാൻ പോയി എൻ്റെ മമ്മിയുടെ കൈ കൊടുത്തു. എൻ്റെ മമ്മി അത്രയും പേരുടെ മുമ്പിൽ വെച്ചോ ഹല്ലേലൂയാന്ന് നിങ്ങൾ പറഞ്ഞു. എല്ലാരും മമ്മീനെ നോക്കുക, ഇത് എന്തുവാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഉടനെ എൻ്റെ പാസ്റ്റങ്ങളെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റങ്ങളെ, എനിക്ക് ഗവൺമെന്റ് സീറ്റ് അലോട്ടായി BSc നഴ്സിംഗിലേക്ക്.
എന്റെ പാസ്റ്റർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ ഞായറാഴ്ച സാക്ഷി പറഞ്ഞു. ആ കുഞ്ഞിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ ഞാൻ പോലും പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ ആ കുഞ്ഞ് വിട്ടുകൊടുത്തില്ല. അവള് പ്രാർത്ഥിച്ചു, ദൈവം അവൾക്ക് കൊടുത്തു. ദൈവമക്കളെ, ആദ്യമത്തെ വർഷത്തെ എന്റെ ഫീസ് എത്രയാണെന്നറിയോ? 10,000. ആദ്യമത്തെ വർഷം ഞാൻ കിട്ടിയ ഫീസ് BSc നഴ്സിംഗ് 10,000. എനിക്ക് ആ ഫസ്റ്റ് ഇയർ എനിക്ക് കിട്ടിയ സ്കോളർഷിപ്പ് 25,000. ഹാലൂയ. രണ്ടാമത്തെ വർഷം ഗവൺമെന്റ് കോളേജിൽ ഫീസ് കുറഞ്ഞു വരുന്നത്. അമേൻ, ഹാലലുയ. രണ്ടാമത്തെ വർഷം ഞാൻ പേ ചെയ്തത് 5,000. അങ്ങനെ 4 വർഷവും എന്റെ കോളേജ് എനിക്ക് ഇങ്ങോട്ട് സ്കോളർഷിപ്പ് തന്ന് പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ നിന്ന് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യമോ അത് ദൈവം ഏറ്റെടുത്തോളൂ. നിങ്ങൾ ഭാരപ്പെടേണ്ട. ഫീസ് എങ്ങനെ കെട്ടും, എന്റെ മക്കളുടെ ഭാവി എന്നായി തീരും, നിങ്ങൾ വിഷമിക്കേണ്ട. എന്റെ ഡാഡി ഉണ്ടെങ്കിൽ പോലും എന്നെ ഇത്ര നല്ലതായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ അവസ്ഥയിൽ ആ 4 വർഷം എന്നെ പഠിപ്പിച്ചു. ഫീസ് ദൈവം ഓക്കെ ആക്കി തന്നു. പാസ് വേണം വീട്ടിൽ നിന്ന് പോകാൻ. എന്നെ കേൾക്കുന്ന ദൈവപ്പൈതലെ, എന്റെ അച്ചാച്ചി, എന്റെ ഡാഡിക്ക് ഒരു പ്രവചനവരമുണ്ട്. ഡേറ്റ് ടൈം വെച്ച് പറയും. അങ്ങനെ ഒരു വലിയൊരു പണക്കാർക്ക് ഡാഡി പറഞ്ഞു, ഡിസംബർ 30-ആം തീയതി അകം നിങ്ങളുടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. എന്നാ അറിയോ പറഞ്ഞ? ഡിസംബർ 15-ആം തീയതി പറഞ്ഞ ആലോചന. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതെന്തുവാ പറയുന്നത്, ഡിസംബർ 15 വന്നിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കുമെന്നോ? ദൈവമക്കളെ, ആ വീട്ടില് അവരുടെ അനിയന്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ നിന്ന് വന്നു. അവിടെ താമസിച്ചു. ഈ ചേച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. തിരിച്ചു പോകുന്ന ഫ്ലൈറ്റ് ജാനുവരി 1 ആയിരുന്നു. അങ്ങനെ വീട്ടിലുള്ളവർ എല്ലാം ഡിസംബർ 25 വന്നു. ഡിസംബർ 20 ആ ചേച്ചിയുടെ കല്യാണം നടന്നു. അതുകൊണ്ട് അവർക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, മോളുടെ 4 വർഷത്തിന്റെ പാസിന്റെ പൈസ ഞാൻ ഇട്ടെടുത്തോളാം. സലോമി എന്ന് പറഞ്ഞ പിന്നെ അന്തോന്ന് പറയുന്ന ഒരു ആന്റിയുടെ മോൻ പറഞ്ഞു, ഈ 4 വർഷത്തേക്കുള്ള ദീപയുടെ ഡ്രസ്സ് ഞാൻ തന്നോളാം. ഇത് കഴിഞ്ഞപ്പോൾ ഇതും ഓക്കെ ആയി. അടുത്തത് ബുക്സ്. ഒരു ബുക്കിന്, നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം ഒരു ബുക്കിന് വരുന്ന വില എത്രയാണെന്ന്. എൽസി എന്ന് പറയുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു. നിമാൻസി പഠിക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു, ഞാനിപ്പം BSc നഴ്സിംഗ് 2nd ഇയറാ പഠിക്കുന്നത്. എന്റെ ഫസ്റ്റ് ഇയറിന്റെ ബുക്ക് എല്ലാം ഞാൻ ദീപയ്ക്ക് തരാം. അങ്ങനെ ആ ചേട്ടൻ 3rd ഇയർ ആവുമ്പോൾ ഞാൻ 2nd ഇയർ, ആ ചേട്ടൻ 4th ഇയർ ആവുമ്പോൾ ഞാൻ 3rd ഇയർ. ദൈവമക്കളെ, ബുക്സ് ദൈവം തന്നു. നമ്മുടെ ദൈവം ഏതിലാ കടക്കാരൻ? നമ്മുടെ ദൈവം ഏതിലാ? ദൈവം പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തത്തിൽ നമ്മൾ കയറി പിടിച്ചാൽ, ദൈവമക്കളെ നിങ്ങൾക്കറിയാവോ, 4 വർഷം 1 രൂപ പോലും ഞാൻ കെട്ടിയില്ല എന്റെ കയ്യിൽ. എന്റെ ഡ്രസ്, എന്റെ പാസ്, എന്റെ ബുക്സ്, എന്റെ ഫീസ് എല്ലാം എന്റെ കോളേജിൽ നിന്ന് തരുന്ന പൈസയും കൊണ്ട് ഞാൻ മമ്മിക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. മമ്മി, നമ്മൾ കെട്ടിയ ഫീസ് അല്ല, കോളേജിൽ തന്ന സ്കോളർഷിപ്പാണ്. അങ്ങനെ ദൈവമക്കളെ 4.5 വർഷം ഞാൻ പഠിച്ച് അമ്മേൻ പാസ്സായി. ഞാൻ ജോലിക്ക് കയറി. എന്താണ് കേൾക്കുന്ന ദൈവമക്കളെ? ഹല്ലേലൂയ. ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ. നിങ്ങളോട് ഒരു വാഗ്ദത്തം ദൈവം പറഞ്ഞെങ്കിൽ കഷ്ടം വരും കേട്ടോ. വിട്ടുകൊടുക്കാൻ റെഡി ആവരുത്. നിങ്ങൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ദൈവം ചിലവരുടെ വാഗ്ദത്തങ്ങൾ ഈ 2025 വാഗ്ദത്തം കേട്ട് നടന്നില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ റെഡി ആവുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. അങ്ങനെ എനിക്ക് ഒരു അനിയനുണ്ട്. അങ്ങനെ 2020 വന്നപ്പോൾ മമ്മിക്ക് സഡനായിട്ട് ഒരു ഇത് വന്ന് മമ്മി ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. അതിനു മുമ്പേ അതിനൊരു ചെറിയ സാക്ഷ്യം കൂടെ പറയാം. മമ്മി എന്നോട് 59th ബർത്ത്ഡേ 60th ബർത്ത്ഡേ മെയ് മാസത്തിലായിരുന്നു. മമ്മി എന്റെ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഇതെന്റെ ലാസ്റ്റ് ബർത്ത്ഡേയാ. ഇനി ഡാഡി തന്ന ഈ ബൈബിൾ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കുക. അടുത്ത ബർത്ത്ഡേക്ക് മമ്മി ഇവിടെ കാണത്തില്ല. മമ്മി ഡാഡിയുടെ അടുത്ത് പോവും, എന്റെ യേശുപ്പച്ചന്റെ അടുത്തായിരിക്കും. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ 2020 മെയ് മാസത്തിലാണ് മമ്മി ഇത് പറയുന്നത്. ജൂലൈ മാസം 4-ാം തീയതി മമ്മി ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. അനിയൻ എന്റെ കൂടെ ആയിരുന്നു. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഡാഡിയും മമ്മി കാണിച്ചു തന്ന വഴിയുണ്ട്. അങ്ങനെ അനിയനെ ഞാൻ നോക്കാൻ ഇടയായി. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ, എന്റെ അനിയന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഇത്രയും എന്നെ നടത്തിയ ദൈവം. അവന് ഇവിടെ സെന്റ് ജോൺസിൽ അനസ്തീഷ്യ ടെക്നീഷ്യനാണ്. അങ്ങനെ അനസ്തീഷ്യ ടെക്നീഷ്യനായിട്ട് അവന് പഠിച്ചു. ഒരു ദിവസം അവന് ഇങ്ങനെ റോഡിൽ കൂടെ വരുക. നമുക്ക് ദൈവം തരുന്ന ദാനങ്ങള്
കറക്റ്റ് സമയത്തിന് ദൈവത്തിന് അറിയാം എപ്പോഴാണ് നമുക്ക് എല്ലാം തരേണ്ടത്. ഒരു ദിവസം സെന്റ് ജോൺസിലേക്ക് എൻ്റെ അനിയൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറെ കള്ളന്മാർ അവനെ കയറി പിടിച്ച് അവന്റെ കയ്യിലുള്ള ബുക്സും അവന്റെ കയ്യിലുള്ള ബാഗും എല്ലാം മേടിച്ച് നിന്നെ ശരിയാക്കാൻ നിന്റെ കയ്യിലുള്ളതെല്ലാം തന്നേക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ അനിയന്റെ മൊബൈൽ നോക്കിയപ്പോൾ ഒരു സാധാരണ ഒരു മൊബൈൽ. അവര് പറഞ്ഞു, അയ്യോ ഇവന് ഒന്നും ഇല്ലടാ, നമ്മളൊന്നും ചെയ്യണ്ട, ഇവന് നമ്മൾ തിരിച്ചു കൊടുത്തേക്കാന്ന് ഓർത്ത് അവൻ എല്ലാ സാധനങ്ങളും അവന്റെ എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുത്തു. എൻ്റെ അനിയൻ വീട്ടിൽ വന്ന് പറഞ്ഞു, എൻ്റെ അടി എനിക്ക് ആ ദൈവം മൊബൈല് ഈ പഠന മൊബൈൽ തന്നത് നന്നായി, എന്റെ ജീവൻ ഇന്ന് തിരിച്ചെനിക്ക് കിട്ടി. അല്ലെങ്കിൽ റോഡിൽ വെച്ച് എന്നെ എങ്ങനെ ആൾക്കാർ പിടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അവൻ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമമായി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, പിറ്റേ ദിവസമായപ്പോൾ ഒരു പുതിയ ഫോൺ ഒരാൾ അവന് ഗിഫ്റ്റ് കൊടുത്തു. ചില നന്മകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മൾ ഓർക്കും ദൈവമേ എനിക്കിത് പഴയതാ, ഇതാ. ദൈവത്തിന് അറിയാം നിനക്ക് എപ്പോഴാ അത് തരേണ്ടതെന്ന്. ഓർത്ത് നോക്കിക്കേ, ആ പുതിയ ഫോൺ 1 day ബിഫോർ ദൈവം തന്നിരുന്നെങ്കിൽ എന്തെങ്കിലും അവർക്ക് അവർ ചെയ്തേനെ. അങ്ങനെ ദൈവം അവനൊരു പുതിയ ഫോൺ കൊടുത്തു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അവനൊരു നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കൊടുക്കണം. ഒത്തിരി ആൾക്കാരുള്ള ഒരു ഭവനത്തിൽ നിന്ന് അവനൊരു ലൈഫ് പാർട്ട്ണർ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ പോയ ഡിസംബർ മാസത്തിൽ അവന് ഗോവയിലെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു കെ എം അബ്രഹാം എന്ന് പറയുന്ന പാസ്റ്ററിന്റെ മോളെ വിവാഹം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇങ്ങനെ ഈ വിവാഹത്തിനും ഞങ്ങൾ ഒത്തിരി എങ്ങനെ ഇത് നടത്തുമെന്ന് ഓർത്ത് ഞങ്ങളിരുന്നു. പക്ഷെ ആ വിവാഹത്തിന് വന്നവരെല്ലാം പറഞ്ഞു, ഒരു അപ്പനും അമ്മയും ഉള്ളതിനേക്കാളും നല്ലതായിട്ട് നിങ്ങളുടെ അനിയന്റെ കല്യാണം ദൈവം നടത്തി. നമുക്ക് അതേമാതിരി എൻ്റെ ഒരു വിവാഹത്തെ കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 25ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടന്നു. വിവാഹം നടന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരൊറ്റ പൈസ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഞങ്ങൾക്കൊരു സൈറ്റ് ഇലക്ട്രോണിക് സിറ്റിയിലുണ്ട്, അത് കേസിലായിരുന്നു. അപ്പൊ എന്റെ കല്യാണത്തിന് 1 മാസം മുമ്പേ അവിടുത്തെ ആ റൗഡി എല്ലാവരുടെയും എല്ലാവരുടെ സ്ഥലം മേടിച്ച് വെച്ചിരിക്കുമായിരുന്നു. അപ്പം ആ റൗഡി എന്റെ മമ്മീനെ ഫോൺ വിളിച്ച് പറഞ്ഞു, ആന്റി ഞാൻ കുറച്ച് പൈസ തന്നേക്കാം, കേസിനൊന്നും വന്നേക്കരുത്. മമ്മി പറഞ്ഞു, മോനെ ഞാൻ വരത്തില്ല, നീ അങ്ങ് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ കല്യാണത്തിന് എത്ര പൈസ വേണോ 2 lakhs എക്സ്ട്രയും കൂടെ വെച്ച് മമ്മിയുടെ കൈ കൊടുത്തു. ദൈവമക്കളെ, ഒരാഴ്ച ഉള്ളപ്പോഴാണ് ആ പൈസ ഞങ്ങളുടെ കൈ കിട്ടുന്നത്. കല്യാണത്തിന് ഒരാഴ്ച ഉള്ളപ്പോൾ. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവം എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങളുടെ പിള്ളേരുടെ കാര്യം നിങ്ങൾ ദൈവത്തെ ഹല്ലേലൂയ യഥാർത്ഥമായി സേവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിള്ളേരുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. ഞങ്ങളുടെ എല്ലാ കാര്യവും ഹല്ലേലൂയ ദൈവം നോക്കി. അങ്ങനെ എൻ്റെ അനിയന് ഒരു നല്ല ഒത്തിരി മെമ്പേഴ്സ് ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. അവര് പോയ മാസമായിരുന്നു വിവാഹം. ദൈവമക്കളെ, ദൈവം ആർക്കും കടക്കാരനല്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ വിശ്വസിക്കുവാണെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയം വെക്കണം. നമ്മൾ ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഇനി ഒത്തിരി സാക്ഷിയുണ്ട്, പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മൊത്തം പോരാ. അത്രയ്ക്ക് സാക്ഷികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ കൂടെ ജോലിയിലായിരിക്കുന്നു. ഇങ്ങനെ ആയിരിക്കുന്നു ഞങ്ങള്. എൻ്റെ ബ്രദറിന് ഇപ്പൊ കല്യാണമായി, അവനൊരു ഫാമിലി ലൈഫായി. ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. അപ്പനായി, ഒരമ്മയായി ദൈവം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ മമ്മി ലാസ്റ്റ് പറഞ്ഞ ഒരു വാക്കാണ്, മക്കളെ ഡാഡി കാണിച്ചു തന്ന ആ ഒരു വഴി നിങ്ങൾ കളയരുത്. നിങ്ങളുടെ അന്ത്യം വരെ, നിങ്ങളുടെ ശ്വാസം പോകുന്നവരെ ദൈവത്തിന്റെ സാക്ഷികളായി ആകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് അത് ഏൽപ്പിച്ചു. മമ്മി മരിക്കുന്ന ദിവസം ദൈവം എന്നെ കാണിച്ചു തന്നു. എൻ്റെ മമ്മി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, മോളെ ബൈ, ഞാൻ പോവുക, ബൈ എന്ന് പറഞ്ഞിട്ട് മമ്മി ഇങ്ങനെ പോകുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോ മമ്മി അവിടെ ഉണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം മമ്മീനെ വെന്റിലേറ്ററിൽ കൊണ്ടുപോയി, ICUലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് മമ്മി പോയെങ്കിലും ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങള് അങ്ങേ നാട്ടിൽ എൻ്റെ ഡാഡിനെയും എൻ്റെ മമ്മീനെയും ഞങ്ങൾ നോക്കും. ഞങ്ങളുടെ ആഗ്രഹം, എൻ്റെ ഡാഡിയും എൻ്റെ മമ്മിയും എങ്ങനെ ദൈവത്തിന് വേണ്ടി സാക്ഷികളായോ, ഞാനും എൻ്റെ അനിയനും ഞങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളായി മാറണം. ഈ കർണാടകയുടെ മണ്ണിൽ ഇനി അനേകരെ നേടുവാൻ ദൈവം ഞങ്ങളെ കുടുംബമായി ദൈവം ഉപയോഗിക്കണം. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ എൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ 4ാമത്തെ വർഷം ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു മനാലിയിലേക്ക്. സമയമുണ്ട് കേട്ടോ മോളെ, അല്പസമയങ്ങൾ കൂടെ എടുക്കാം കേട്ടോ. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. അങ്ങനെ മനാലിയിലേക്ക് പോയപ്പോൾ 40,000 റുപ്പീസ് ആയിരുന്നു ട്രിപ്പിന്റെ പ്രൈസ്. അപ്പൊ എനിക്ക് പോകാൻ പറ്റിയില്ല.
എന്നുവെച്ചാ ആ പൈസ എടുക്കാനുള്ള ഒരു, ഞാൻ ഓർത്തു ആ പൈസ ഉണ്ടെങ്കിൽ എന്റെ അനിയനെ പഠിപ്പിക്കാം, അങ്ങനെയൊക്കെ ഓർത്തു ഞാൻ പോയില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, അവിടെ മഞ്ഞിങ്ങനെ വീഴും, മഞ്ഞിൽ നമുക്ക് കളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ആഗ്രഹം മനസ്സിൽ വന്നു, അയ്യോ അത്ര നല്ല സ്ഥലമായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമമായി. ദൈവമക്കളെ, ദൈവം സഹായിച്ച്. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം വന്നു, മഞ്ഞുള്ള ദേശത്തേക്കൊന്ന് പോകണമല്ലോ അങ്ങനെയാണെങ്കിൽ എന്ന് ഓർത്തു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇതാണ് പറഞ്ഞത്, ഒരു ദിവസത്തേക്ക് നമുക്ക് പോയില്ലെങ്കിൽ എന്നാ, ദൈവം നമ്മളെ ജോലിക്ക് വേണ്ടി അങ്ങോട്ട് അയക്കാൻ പോവുകയാണ്. എനിക്ക് എന്റെ ഒരു ആഗ്രഹം, അവിടെ പോയാലും അവിടെ ദൈവത്തിന്റെ സാക്ഷിയാവണം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഏത് ദേശത്തിൽ നമ്മൾ പോയാലും അവിടെ ദൈവത്തിന്റെ സാക്ഷികളാവണം. അതാണ് എന്റെ പ്രാർത്ഥന. ഒരു സാക്ഷ്യം കൂടെ ഞാൻ വിട്ടുപോയി. 3-ാമത്തെ വർഷം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല. അത് സെല്ലോ ചേട്ടന് എങ്ങാണ്ട് മിസ്സായെന്ന്, എങ്ങനെയാന്ന് എനിക്കറിയില്ല. ആ ഒരു ബുക്ക് മാത്രം ചേട്ടൻ എനിക്ക് തന്നില്ല. അപ്പൊ ഞാൻ പീഡിയാട്രിക് ടെക്സ്റ്റ് ബുക്ക് വേണമല്ലോ എന്നോർത്തിട്ട്, അത് മേടിക്കണോ കർത്താവേ, ഇത്രയൊക്കെ നീ തന്നല്ലോ, ഇനി ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ മേടിക്കാൻ പോണോ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഡിസംബർ മാസത്തില്, നമുക്ക് എല്ലാവർക്കും അറിയാം കോളേജിൽ ഇങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട്, ഇങ്ങനെ പേരൊക്കെ ആയിട്ട് ക്രിസ്മസ് ഫ്രണ്ട് ഇങ്ങനെ കളിക്കും. അങ്ങനെ എന്റെ പേര് കിട്ടിയത് ഒരു വെങ്കടേഷ് എന്ന് പറഞ്ഞ ഹിന്ദു ഒരു ചെറുക്കനാ. അപ്പൊ അവൻ നോക്കിയപ്പോൾ ഞാൻ പാന്റ് ഷർട്ട് എടുത്തില്ല, കമ്മൽ എടുത്തില്ല, മേക്കപ്പ് ഐറ്റംസ് ഇല്ല. അപ്പം അവന് വന്നിട്ട് എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, എടി ദീപിക്ക് ഞാൻ എന്നാ ഗിഫ്റ്റ് കൊടുക്കുന്നേ, അവൾക്ക് ഞാൻ ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറയണ, നിനക്ക് ആവുകയാണെങ്കിൽ അവളുടെ കയ്യില് പീഡിയാട്രിക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നി, നിനക്ക് ആവുകയാണെങ്കിൽ അത് അവൾക്ക് ഗിഫ്റ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. ഇതൊന്നും എനിക്കറിയില്ല. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തപ്പോ ഞാൻ തുറന്ന് എടുത്തപ്പോ ഭയങ്കര വെയിറ്റ്, ഇതന്നെ ഇത്ര വെയിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ പീഡിയാട്രിക് ടെക്സ്റ്റ് ബുക്ക്. ഞാൻ എന്റെ ദൈവത്തിന്, എന്റെ ക്ലാസ് റൂമിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, ദൈവം നടത്തുന്ന വിധങ്ങൾ, ദൈവം നടത്തിയാൽ ഇങ്ങനെയാ. മനുഷ്യർ നടത്തിയാലുണ്ടല്ലോ അതിനൊരു മിതിയുണ്ട്. അവര് പറയും നാളെ, അല്ലെങ്കിൽ എന്നെ മനുഷ്യൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞേനെ, ഞാനാ ദീപനെ നഴ്സിംഗ് പഠിപ്പിച്ചേ, ഞാനാ ചെയ്തേ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ദൈവം ചെയ്താലുണ്ടല്ലോ അത് പൂർണ്ണമായി ചെയ്യും. ഹി വിൽ ഫിനിഷ് ദ വർക്ക്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന യൗവനക്കാർ പിള്ളേരോട് ഞാൻ പറയുക, നിങ്ങളുടെ ഫാദറും മദറിനെ നിങ്ങൾ അനുസരിക്കുക. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഞങ്ങളുടെ ഡാഡിയും മമ്മിയും ഉള്ളവരെ ഞങ്ങള്, ഹല്ലേലൂയ, അവരുടെ വാക്ക് കേട്ട് ഞങ്ങൾ നടക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവമക്കളെ, ചിലപ്പം യവനക്കാരെ പിള്ളേരെ ഡാഡിയും മമ്മിയും പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിഷമാവുമായിരിക്കും, എന്തിനാ എന്നെ ഷൗട്ട് ചെയ്യുന്നതെന്നൊക്കെ ഓർക്കും. പക്ഷെ അത് നിങ്ങളുടെ ബ്ലെസ്സിങ് അറിയോ, അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവത്തില്ല. നിങ്ങൾ വളർന്നു വരുമ്പോൾ ആ ബ്ലെസ്സിങ്സ് നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കണം. അതിന്റെ കൂടെ പേരൻസ് ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അവരുള്ളപ്പോൾ അവരുടെ വാല്യൂ നമുക്ക് മനസ്സിലാകത്തില്ല. ആമേൻ. അവർ പറയുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബ്ലെസ്സിങ് ആയി മാറും ദൈവമക്കളെ. ചിലപ്പോൾ കുറച്ചു നേരത്തേക്ക് നമുക്കത് ഭാരം ദുഃഖമൊക്കെ ആയിത്തീരും, പക്ഷെ അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ അപ്പനും അമ്മയും വന്ന് ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സത്യമായിട്ടും അതൊരു ബ്ലെസ്സിങ് ആണ്. നമ്മുടെ ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ അവർ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ബ്ലെസ്സിങ്ങാ നമ്മളെ ഇന്ന് തേടി വന്നത്. അവർ ചെയ്ത ആ ദൈവവേലയാണ് ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധ്യമായത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഇവിടെ ഞാൻ, ഹസ്ബൻഡ്, ചേട്ടനും ഒരു പാസ്റ്ററാണ്. നമ്മളിവിടെ ഹെവൻലി ടെബർനാക്കിൾ, ഞങ്ങൾ കുടുംബമായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവമക്കളെല്ലാം ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ അനിയനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇനി അനേക സാക്ഷികളുണ്ട്, അത് ഇനി പറയുവാൻ ദൈവം സഹായിക്കട്ടെ. എനിക്ക് സമയം തന്ന പാസ്റ്ററിന് ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഇത് എൻഡ് ചെയ്യുന്നു. സാംസ് 37:5 അതിൽ പറയുന്നു, കമ്മിറ്റ് യുവർ വേ ടു ദ ലോർഡ്, ട്രസ്റ്റ് ഇൻ ഹിം ആൻഡ് ഹി വിൽ ഡു ഇറ്റ്. നിങ്ങളുടെ എല്ലാ പ്ലാൻസും, നിങ്ങളുടെ എല്ലാ വേസും അത് ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിക്കുക. ഇപ്പൊ എന്നെ കേൾക്കുന്ന യവനക്കാർ അനേകർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, ഈ 2025 ഞാൻ ഇന്നത് ചെയ്യണം എന്നൊക്കെ. ആ പ്ലാൻസ് നിങ്ങൾ ദൈവത്തിന്റെ കരുത്തിൽ കൊടുക്കും. എന്നിട്ട് ദൈവത്തിനോട് പറ, ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു, ഈ എന്റെ പ്ലാന് നീ എന്നെ അനുഗ്രഹിച്ചു താ. ആ ലാസ്റ്റിൽ അങ്ങനെ പറയുന്നു, കമ്മിറ്റ് യുവർ വേസ് ടു ദ ലോർഡ്, ഹി വിൽ ഡു ഇറ്റ്, ഹി വിൽ ഡു ഇറ്റ്. ആമേൻ. നിങ്ങൾ ഹല്ലേലൂയ, പേരൻസിനോട് നിങ്ങളുടെ കഷ്ടങ്ങൾ പേരൻസിനോട് പറയുന്നേക്കാളും മുമ്പ് തന്നെ ദൈവത്തിനോട് അത് പറ. ആമേൻ, ഹല്ലേലൂയ. കമ്മിറ്റ് യുവർ വേസ് ടു ദ ലോർഡ്, ഹി വിൽ ഡു ഇറ്റ് ഫോർ യു. ആമേൻ. ഞാൻ അങ്ങനെയാണ് എൻ്റെ BSc നഴ്സിംഗ്
അതൊരു വലിയൊരു ഞാൻ പറയുമ്പോൾ ഇത് വേഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആ 1 ഇയർ ഞാൻ അനുഭവിച്ച കഷ്ടം, നിന്ദകൾ, പരിഹാസങ്ങൾ അത് ഏറ്റവും വലിയതായിരുന്നു. പക്ഷെ ആ വാഗ്ദത്തം ഞാൻ കയറി പിടിച്ചു ദൈവമക്കളെ. അതേമാതിരി എനിക്ക് ഇതിലുള്ള യവനക്കാർ പിള്ളേരോട് പറയാൻ പോകുന്നത്, ഫീസ് ഇല്ലേ, ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുക. പഠിക്കുവാൻ മാർഗമില്ലേ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവമക്കളെ, ഈ ഒരു സാക്ഷിയാൽ എനിക്ക് സമയം തന്ന പാസ്റ്ററിനും ആന്റിക്കും ചന്ദന സിസ്റ്ററിനോടും എൻ്റെ താങ്ക്സ് പറയുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. താങ്ക് യു മോളെ, ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. അനിയൻ്റെ കല്യാണം അല്ലേ, അങ്ങളയുടെ കല്യാണം കഴിഞ്ഞ വീക്കായിരുന്നു അല്ലയോ? കഴിഞ്ഞ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരമല്ല. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം, ഡിസംബർ 27 സാറ്റർഡേയിലായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് നീട്ടി വെക്കേണ്ടതായിട്ടൊക്കെ വന്നത്. എനിക്ക് സാൻഡി ദീപയോട് സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതറിയാതാണ് ഞാൻ മെസ്സേജസ് ഇട്ടത്, നമുക്ക് പ്രോഗ്രാമിന് വരണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീടാണ് ഞാൻ സാൻഡിയോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റിയത് ഓൾറെഡി നിങ്ങൾ സംസാരിച്ചൊരു ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു ഹിതമായിരുന്നു അത്. അതുകൊണ്ടാണ് അങ്ങനെ രണ്ടുപേരും അത് ഞാൻ ആ സമയത്ത് നാട്ടിൽ പോയിരിക്കരുത്, നാട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. രണ്ടുപേരും ഒരുപോലെ തന്നെ ഒരാളെ വിളിച്ച് ഡേറ്റൊക്കെ ക്രമീകരിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു. ദൈവത്തിന് സഹായിക്കാൻ എനിക്ക് ചിട്ടപ്പെട്ടു. അതെ. ഈ ഒരു ടെസ്റ്റ് മണിക്കകത്ത് ഒത്തിരി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇൻസിഡൻസുകളുണ്ട്. പ്രത്യേകിച്ചും ആ കല്യാണം നടക്കാനുള്ള സമയമാകുമ്പോഴത്തേക്കും ആ ഒരു പ്രോപ്പർട്ടിയുടെ പൈസ, അത് വലിയ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് കൈവരിക എന്നുള്ളത്. പക്ഷെ അത് അവര് ആ റൗഡികള് അവര് അവിടെ ആൾക്കാരെ നിർത്തിയിരിക്കുക. ആരെങ്കിലും മതിൽ പണിയാൻ വരുവാണെങ്കിൽ അവരെ അടിച്ചു ഓടിച്ചിട്ട് എല്ലാരും ഡെമോളിഷ് ചെയ്യുക. ഇത് കോമ്പൗണ്ട് കെട്ടുന്നവരെ പോലും അവർ ഓടിച്ചു വിടുക. ആ സമയത്താണ് നമ്മളെ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ കേസിന് പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് തരാതെ. അത് ദൈവത്തിൻ്റെ ഫേവറാണ് കേട്ടോ. അത് എനിക്കത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ലോകത്തിലെ ഏത് മനുഷ്യനെ കൊണ്ടും ദൈവത്തിന് നമ്മെ പോറ്റാൻ കഴിയും. ഏത് മനുഷ്യനെ കൊണ്ട്, കള്ളനെ കൊണ്ട് വേണമെങ്കിലും നമ്മളെ പോറ്റാൻ ദൈവത്തിന് കഴിയും. കള്ളൻ്റെ അനുഭവം അല്ലെ, കള്ളന്മാർ പിടിച്ച അനുഭവം പറഞ്ഞില്ല, അതൊക്കെ വളരെ ദൈവത്തിൻ്റെ വലിയ ഫേവർ അതിനകത്തൊക്കെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയില് അവന്റെ ആശുപത്രിയിലെ ഒരു ഡോക്ടർ അവന് ഐഫോൺ ഗിഫ്റ്റ് ചെയ്ത പാസ്റ്റർ. അവൻ കരഞ്ഞു. കല്യാണ സമ്മാനം. പ്രൈസ് ദി ലോർഡ്. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതുപോലെ തന്നെ ആ പീഡിയാട്രിക് ടെക്സ്റ്റ് ബുക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട്, അല്ലെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റായിട്ട്. എനിക്കറിയാം എൻ്റെ 2 കുഞ്ഞുങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുമായതുകൊണ്ട് ഈ ക്രിസ്മസ് സമയമാകുമ്പോൾ അവർക്കെല്ലാം ലോട്ടിട്ട് ഒരാളുടെ പേര് കൊടുക്കും ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ. അപ്പോൾ അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം. കാരണം കിട്ടിയ ഫ്രണ്ടിൻ്റെ പേഴ്സണാലിറ്റി, ആ വ്യക്തി എന്താ ഉപയോഗിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി വേണമല്ലോ ഗിഫ്റ്റ് കൊടുക്കാൻ. അപ്പോൾ ഡാനിമോനെ കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട്സ് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഡോണമോളുടെ പുറകെ അവൻ നടക്കുമായിരുന്നു. അവന് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡോണയുടെ ഹെൽപ്പോട് കൂടിയൊക്കെയാണ് അവന്. അപ്പോൾ ഞാനത് ആ രംഗം ഒന്ന് വിഷ്വലൈസ് ചെയ്യായിരുന്നു. അത് ദൈവത്തിൻ്റെയൊക്കെ വലിയ ഫേവർ ആണ് കാണിക്കുന്നത്. ദൈവത്തിന് ആരെ കൊണ്ട് വേണമെങ്കിലും നമ്മളെ പോറ്റാൻ കഴിയും. എലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയെന്ന് പറഞ്ഞതുപോലെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യം, ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് ചേട്ടാ ഞാനൊരു കാക്കയെ അയക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാക്കയെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നിഗളക്റ്റ് ചെയ്യുന്ന കാക്കയുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമോ? കാക്ക കൊത്തിയത് അതിൻ്റെ ബാക്കി നമ്മൾ കഴിക്കുമോ? ഇല്ല. അപ്പം നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയെപ്പോലും നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. ഞാൻ വളരെ പ്രസിദ്ധമാകുന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അമേരിക്കയിലെ നടന്ന സംഭവമാണെന്ന് പറയുന്നു. ഒരു ഒരു റേഡിയോ, അന്ന് കാലത്ത് റേഡിയോ പ്രസംഗമാണ്. റേഡിയോ പ്രസംഗകൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് സമയങ്ങളിലൊക്കെ കോൾ ചെയ്തിട്ട് പ്രയർ റിക്വസ്റ്റ് പറയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആൻറ്റി ഈ പ്രസംഗകൻ്റെ നമ്പറിൽ കോൾ ചെയ്തിട്ട് ആൻറ്റി പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഫുഡില്ല, എനിക്ക് ഫുഡ് കിട്ടാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ലൈവ് റേഡിയോയിലൂടെ ഇത് അനൗൺസ് ചെയ്തു, ഇന്ന സ്ഥലത്ത് ഇന്നടത്ത് താമസിക്കുന്നു, ഇന്നാരും വിളിക്കുന്നു, ഫുഡില്ലെന്ന് പറയുന്നു. അപ്പം ഇത് കേട്ടോണ്ടിരുന്ന ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ ഈ ദൈവത്തെ ഒന്ന് കളിയാക്കാൻ വേണ്ടി അദ്ദേഹം ഫുഡെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഈ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നു. ആൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് ഫുഡ് കിട്ടിയിരിക്കുന്നു, പക്ഷേ ദൈവമല്ലേ ഫുഡ് തന്നത്, ഇത് സാത്താനാണ് തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൻറ്റി ഒട്ടും കൂസാതെ പറഞ്ഞു, എൻ്റെ ദൈവം പ്രവർത്തിച്ചാൽ ചിലപ്പോൾ സാത്താൻ പോലും എനിക്ക് ഫുഡ് കൊണ്ടു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ
ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലേ, ആ നിരീശ്വരവാദിയെ കൊണ്ട് ദൈവം ഫുഡ് വാങ്ങിപ്പിച്ച് കൊടുത്തതെന്ന് പറയുമ്പോൾ അല്ലേ, അവൻ കളിയാക്കാനാണ് ചെയ്തതെങ്കിലും അമ്മച്ചിയുടെ നീഡിനെ ദൈവം നടത്തി. അപ്പോൾ ഗുണ്ടയെ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഫേവറബിളായിട്ട് നിൽക്കാനൊക്കെ ദൈവം ഒന്ന് തൊട്ടാൽ മതി. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചില വിഷയങ്ങൾക്ക് പരിഹാരം വേണമായിരിക്കാം, ചില പ്രതിബന്ധങ്ങൾ മാറണമായിരിക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടു കൂടി നിൽക്കുക, വിശ്വസ്തയോടു കൂടി നിൽക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, വിശ്വസ്തതയാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നമ്മളീ പലരും വിശ്വസ്തരല്ല. നമ്മൾ ആവശ്യമുള്ളപ്പം ദൈവത്തെ കാണാൻ വരുന്നവർ, അത് ദൈവമായിട്ട് ബന്ധമില്ല, വിശ്വസ്തതയില്ല. പക്ഷേ പാടിയ പാട്ട് അവൻ ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയ്ക്ക് ഒരു പ്രതിഫലമുണ്ട്. വിശ്വസ്തതയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായിട്ട് നിന്നാൽ ദൈവം കടക്കാരനല്ല, ദൈവം പ്രതിഫലം മറുപടി നൽകുവാൻ ഇടയായിത്തീരും. ആ വിശ്വസ്തത ഉണ്ടെങ്കിൽ ഉറപ്പാണ് കേട്ടോ. പലപ്പോഴും നമുക്ക് വിശ്വസ്തത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ വിശ്വസ്തരായിരുന്നില്ല, നമ്മൾ വിശ്വസ്തയോട് യോഗത്തിന് പോയില്ല, നമ്മൾ ദൈവവചനം അനുസരിച്ചില്ല. പിന്നെ നമ്മൾ പലപ്പോഴും ദൈവത്തെ കാണാൻ പോയിട്ട് ആവശ്യങ്ങൾ പറയുന്ന ഒരു ബഗേഴ്സ് അല്ലെങ്കിൽ ഭിക്ഷക്കാരുടെ ഒരു ലെവലിലാണ് ദൈവത്തിനടുക്ക് പോകുന്നത്. തരണേ എന്ന് യാചിക്കുന്ന വിശ്വസ്തതയുണ്ടോ, ദൈവം തൻ്റെ കാക്കയെ നമ്മുടെ വീട്ടിലയക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇനിയും ഒരവസരം കിട്ടുകയാണെങ്കിൽ പറയാൻ വിട്ടുപോകാത്ത ഒരനുഭവം കൂടെ പറയാം, അങ്ങനെ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറഞ്ഞപ്പോൾ എന്തെങ്കിലും മനസ്സിൽ ഓടിയെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പറയാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. എൻ്റെ ഞാൻ ഒരു കാര്യം കൂടെ മറന്നുപോയി പാസ്റ്റങ്ങളെ. അപ്പം ഇങ്ങനെ മമ്മിക്ക് ഇങ്ങനെ രോഗമൊക്കെ ആയിരുന്നപ്പോഴാണ് എൻ്റെ അനിയന് ജനിക്കേണ്ടി വന്നത്. അങ്ങനെ ആയിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആൻറ്റി ഈ മോനെ നിങ്ങൾ ഇതാക്കരുത്. എന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങളെ കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ കൊച്ചിനെ കിട്ടത്തുള്ളൂ, രണ്ടുപേരും കിട്ടാൻ ചാൻസ് ഇല്ല, ഇതിലെ ഒരാൾ മാത്രമേ ജീവനോട് ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, ഡോക്ടറെ ധൈര്യമായിട്ട് ചെയ്തോ, എന്റെ മോന് ഞാൻ സമർപ്പിച്ചിരിക്കുക, അവന്റെ പേര് ശമുവേല, അവനെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുക. എനിക്ക് ആദ്യമത്തെ പെങ്കൊച്ച, രണ്ടാമത്തേത് ഞാൻ അവനെ ദൈവ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുക. അതുകൊണ്ട് ഡോക്ടർ ചെയ്തോളാൻ പറഞ്ഞു. ഡാഡിക്ക് ഒത്തിരി പേടിയുണ്ടായിരുന്നു. മമ്മി പറഞ്ഞു, അച്ഛൻ പേടിക്കണ്ട, ഈ കുഞ്ഞ് ഒരു ആൺകുഞ്ഞായിരിക്കും. ഡോക്ടറിനോട് മമ്മി പറഞ്ഞു, ഈ കുഞ്ഞൊരു ആൺകുഞ്ഞാ, ഈ കുഞ്ഞിന്റെ പേര് ശമുവേൽ ബാലന, അവനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഒന്നും ആവത്തില്ല, ഡോക്ടർ ധൈര്യമായിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തോ, ഞങ്ങൾ ഇത് ചെയ്തോ, ഞാൻ ഗ്യാരണ്ടി തരുക, ഒന്നും ആവത്തില്ലെന്ന് പറഞ്ഞു പാസ്റ്റങ്ങളെ. അങ്ങനെ സഭ എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ ദൈവം ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു, അവന് ശമുവേലിന് പേരും വെച്ചു. ഇപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇപ്പൊ അവന് ജോലി ഉണ്ടെങ്കിലും ഞാൻ അവനോട് പറയാറുണ്ട്, ദൈവവേലയ്ക്കുള്ളവനാ നീ കുടുംബമായിട്ട് ദൈവവേല ചെയ്യണമെന്ന്. അങ്ങനെ തന്നെ ഒരു ദൈവവേല ചെയ്യുന്ന ഒരു കുടുംബത്തിൽ തന്നെ ഒരു കുഞ്ഞും വന്ന് ചേരുവാൻ ദൈവം സഹായിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, വരും ദിവസങ്ങൾ എൻ്റെ ഡാഡിയും മമ്മീനെ കൂട്ട് ഞങ്ങളും ആത്മാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാവണം. ഞാൻ പറഞ്ഞ ജീവൻ പോകുന്ന അവസ്ഥ വന്നപ്പോഴും അത് വിട്ടുകൊടുത്തില്ല. മമ്മി അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ജീവൻ പോകുന്ന വിഷയമാണേലും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവത്തിന് സ്തോത്രം, ദൈവം സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ, മമ്മി മരിച്ചു കഴിഞ്ഞാണോ ദീപയുടെ വിവാഹമൊക്കെ, അതോ അതിനു മുമ്പ് നടന്നായിരുന്നു? അല്ല പക്ഷങ്ങളെ, അല്ല. ഞാൻ 25 ഇയേഴ്സ് ഏജ് ഉള്ളപ്പോൾ തന്നെ എൻ്റെ 2014 എൻ്റെ വിവാഹം നടന്നു. അതിനുശേഷമാണ് മമ്മിയുടെ അല്ലേ? അതെ, അത് കഴിഞ്ഞിട്ടായിരുന്നു മമ്മിയുടെ. ഉണ്ടായിരുന്നു അങ്ങനെ ഐസിയുലായിരുന്നെന്ന് പറഞ്ഞു. അത് ആസ്തമ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ സഡൻ ആയിട്ട് ഇതായതാ, അങ്ങനെ വന്ന് ഇതായതാ. പക്ഷെ ആ 60th ബർത്ത്ഡേക്ക് മമ്മി പറഞ്ഞു, നെക്സ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഇല്ല മക്കളെ, ദൈവം എനിക്ക് കാണിച്ചു തന്നു, നീ 60 വയസ്സ് വരെ ഈ ഭൂമിയിലുള്ളൂ. മമ്മി സഭയിലെ എല്ലാവരോടും പറഞ്ഞു, മക്കളെ ഇതെന്റെ ലാസ്റ്റ് ബർത്ത്ഡേയാ. അതുകൊണ്ട് അന്ന് ആ ബർത്ത്ഡേയുടെ ദിവസം മമ്മി ഞങ്ങളോട് പറഞ്ഞു, മക്കളെ എന്റെ സമയമായി, ഞാൻ പോകാൻ സമയമായി, അതുകൊണ്ട് മക്കൾ ഇനി ഇത് ഏറ്റെടുത്തോണം. ഡാഡി എനിക്ക് തന്ന ഈ ബൈബിള് എന്റെ മക്കൾ പിടിച്ചോണം. ഒരിക്കലും ഒരു വിഷയത്തിലും മനുഷ്യരുടെ അടുത്ത് പോയേക്കരുത്. നിങ്ങൾ അത് കണ്ടാ വളർന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതകാലത്തും നിങ്ങൾ അത് ഏറ്റെടുത്തോണം, പ്രാർത്ഥിച്ചോണം. മമ്മി എന്നോട് പറഞ്ഞു, മോളെ സാമിനെ നിന്റെ കരുത്തിലേക്ക് തരുക, അവനൊരു നല്ല പെണ്ണിനെ നോക്കി വിവാഹം ചെയ്യണം, അവനെ നീ നോക്കിക്കോണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, മമ്മി ചുമ്മാ ഇരിക്കും മമ്മി. പിന്നെ ഒരു ഇതും കൂടെ പ്രശ്നങ്ങളെ, അന്ന് ഞാൻ കുഞ്ഞായിരുന്നു, ഞാനൊരു 5th സ്റ്റാൻഡേർഡാ പഠിക്കുന്നത് എൻ്റെ മമ്മിക്ക് വയ്യാതിരുന്നപ്പോൾ. അന്ന് ഈ അറിയാൻ മേലാത്ത പ്രായത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ അമ്മയ്ക്ക് 60 ഇയേഴ്സ് വരെ ജീവൻ കൊടുക്കണേ. എനിക്ക് അപ്പൊ 60 ഇയേഴ്സ് വലിയതെന്നാ ഞാൻ ഓർത്തത്.
അപ്പം പക്ഷെ ഇന്ന് എനിക്ക് അതിലൊരു ഫീലിംഗ് ഉണ്ട്. ദൈവമേ ഒരു 80യോ 90യോ ഞാൻ പറയേണ്ടതായിരുന്നു. ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് ദൈവത്തിനോട്, ദൈവമേ 60 ഇയേഴ്സ് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണേ എന്ന്. അങ്ങനെയാ എൻ്റെ അമ്മ ആൻറ്റി പറഞ്ഞു, നിങ്ങൾ ദൈവത്തിനോട് സമർപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന്. അങ്ങനെ ഞാൻ ആ കുഞ്ഞു പ്രായത്തിൽ ഞാൻ സമർപ്പിച്ചു. ദൈവമേ എൻ്റെ ജ്വല്ലറ്റ്സ്, എൻ്റെ കമ്മല്, എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഊരാം, എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കണേ, എനിക്ക് അത് മതി എന്ന് പ്രാർത്ഥിച്ചു പാസ്റ്റങ്ങളെ. അങ്ങനെയാ ഞാൻ എൻ്റെ ജ്വല്ലറ്റ്സ് എല്ലാം ഊരിയത്. എല്ലാം ഊരി ദൈവത്തിന് വേണ്ടി അപ്പൊ എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയപ്പോൾ എൻ്റെ അമ്മ ജീവനോടുള്ളവരെ ഞാൻ ഇനി ഇത് ഇടത്തില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തു. അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം ഊരി വെക്കുന്നത് എൻ്റെ മമ്മിക്ക് വേണ്ടി. പ്രൈസ് ലോർഡ്. എത്ര അനുഗ്രഹകരമായിരിക്കുന്നു. ഒരു വർഷം തോറ്റിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 1 ഇയർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ആ ഒരു ആളിനെ കാണുന്നത് അല്ലേ? ഒരു 6 മന്ത്സ് ഞാൻ വീട്ടിലിരുന്നു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും പറഞ്ഞു, മോളെ ഗാർമെന്റ്സിൽ പോ, വീട്ടിൽ എങ്ങനെ ഇത് ചെയ്യാനാ, അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയൻ പഠിപ്പിക്കണം, എല്ലാം ചെയ്യണ്ടേ, മോളത് നോക്കാൻ പറഞ്ഞു. ഞാൻ പോയില്ല പാസ്റ്റങ്ങളെ. ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല നിന്നോട് BSc നഴ്സിംഗ്, നീയായിട്ട് കർത്താവേ, യേശുപ്പച്ചൻ എന്നോട് സംസാരിച്ചതാ BSc നഴ്സിംഗ് തരുമെന്ന്. പക്ഷെ ഞാനിവിടെ തോട്ട് ഇരിക്കുക. പക്ഷെ ആ ഒരു കോളിംഗ്, അന്ന് ആ ആന്റി എന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി പാസ്റ്റങ്ങളെ. ആ വീട്ടിൽ അന്ന് വിളിച്ചപ്പം ഞാൻ അവിടെ പോയപ്പം അശോക് ഗൗഡ അവിടെ വരാനും പിറ്റേ ദിവസമായിരുന്നു ഇത് ഇന്റർവ്യൂ. അന്ന് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ, പക്ഷെ ദൈവം കൊണ്ടുപോകും, വാഗ്ദത്തം പറഞ്ഞല്ലേ ദൈവം. ശരി, ആ സമയം ആയപ്പോഴത്തേക്കും നമ്മുടെ റിസൾട്ട് എല്ലാം വന്നിരുന്നു. വന്നു പാസ്റ്റങ്ങളെ, വന്നു. അന്ന് എനിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ എന്റെ റിസൾട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവം എത്ര അത്ഭുതവാനാണ്. ദൈവം ഒത്തിരി അത്ഭുതം ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും പറഞ്ഞു, ഒരു വർഷം പഠിക്കാൻ കുറഞ്ഞത് ഒരു 2 ലക്ഷമെങ്കിലും വേണം. അപ്പം 4 വർഷം ദീപ പഠിച്ചിറങ്ങുമ്പോൾ 10 ലക്ഷമെങ്കിലും കയ്യിൽ വേണമെന്ന് പറഞ്ഞു പാസ്റ്റങ്ങളെ. അങ്ങനെ കുറെ നിന്ദകൾ കേൾക്കേണ്ടി വന്നു. ആരുമില്ല, എന്നാലും ഇത്ര ആഗ്രഹം നമ്മൾ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ദൈവ വാഗ്ദത്തം പറഞ്ഞെങ്കിൽ ദൈവം അത് ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം, അങ്ങനെ പിടിച്ച് നിൽക്കാം. കഴിഞ്ഞ ദിവസം ഒരു മോളുടെ സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി തീർന്നു. അവൾക്ക് MBBS അഡ്മിഷൻ കിട്ടുമെന്ന് അവൾക്കൊരു വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ബലം പിടിച്ച് വേറെ ഒരു കാര്യത്തിലും അഡ്മിഷന് പോകാതെ 2-3 വർഷം വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് വലിയ സങ്കടം അന്നേ, എനിക്കറിയാവുന്ന കുട്ടിയായതുകൊണ്ട് അന്നേ എനിക്ക് തോന്നി, അയ്യോ ഈ മോൾ മട്ടത്തരമാണല്ലോ കാണിക്കുന്നത്, എന്തെങ്കിലും ഒരു കോഴ്സിന് ഇവൾ ജോയിൻ ചെയ്യണമല്ലോ. പക്ഷേ അവൾക്ക് നിർബന്ധമായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിനേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ വർഷം അവൾക്ക് അഡ്മിഷൻ കിട്ടി, അതും കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ആ കുഞ്ഞ് അത്രയും ബലം പിടിച്ച് നിന്നിട്ട് ദൈവം അവൾക്കൊരു അഡ്മിഷൻ കൊടുത്തല്ലോ. അതും വിദേശത്ത് എവിടെയെങ്കിലും പോയി പഠിക്കുമെന്നായിരുന്നു അവളും ചിന്തിച്ചത്. അങ്ങനെയായിരുന്നു അവളും പ്രാർത്ഥിച്ചത്. പക്ഷേ വിദേശത്തൊന്നും പോകാതെ കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ ദൈവം മുഖാന്തരിക്കും. അപ്പോൾ വിശ്വാസത്തോടുള്ള വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബലമായിട്ട് വിശ്വസിച്ച് നിന്നാൽ ദൈവം ആർക്കും കടക്കാരനല്ല. ദീപ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. അപ്പാ ഇത് നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു കർത്താവേ. അപ്പാ ദൈവമേ ഹല്ലേലൂയ, അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ കർത്താവേ വർണ്ണിപ്പാൻ ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങളെ കർത്താവേ അപ്പാ ദൈവമേ പറയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. അപ്പച്ചാ ദൈവമേ ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് വന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. അപ്പാ ഈ സാക്ഷി കേൾക്കുന്ന എല്ലാ യൗവനക്കാരെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ആരെങ്കിലും അപ്പച്ചാ രോഗത്താലോ ദുഃഖത്താലോ നിരാശയാലോ ഉണ്ടെങ്കിൽ കർത്താവേ അപ്പാ ദൈവമേ ഈ സാക്ഷി അവരെ ബലപ്പെടുത്തട്ടെ, അവരെ അനുഗ്രഹിക്കട്ടെ ദൈവമേ. അപ്പച്ചാ ലോകത്തിന്റെ അവസാനം വരെ പോയി ദൈവത്തിന്റെ സാക്ഷികളാകുക ഞങ്ങളുടെ വാഗ്ദത്തമാണല്ലോ കർത്താവേ. അപ്പ ഞങ്ങൾ അങ്ങനെ ഉയർത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അപ്പച്ചാ ഈ ചാനലിനെ ദൈവം അനുഗ്രഹിക്കണേ, ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അപ്പൊ ഇന്ന് ഈ മീറ്റിംഗ് ഹല്ലേലൂയ കേൾക്കുന്ന എല്ലാ മെമ്പേഴ്സിനെ ദൈവം അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ ഈ 2025 ഗോഡ്സ് ഫേവർ ഇറങ്ങി വരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ഒരിക്കൽ കൂടെ ദൈവമേ ഞങ്ങളുടെ വർക്ക്സ് എല്ലാം നിന്റെ കയ്യിൽ കമ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് വാഴ്ത്തി നൽകണമേ അപ്പാ. ദൈവം അങ്ങ് ചെയ്തതിനായി സ്തോത്രം പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ദീപത്തിൻ്റെ കുടുംബം, തൻ്റെ ശുശ്രൂഷകൾ എല്ലാത്തിനും മേലും ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ യുവാടെ കൂട്ടുകാരോടും നന്ദി പറയുന്നു. അടുത്ത ആഴ്ച പിന്നെയും നമുക്ക് ഇതേ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ജീവിതാനുഭവമായി കടന്നു വരാം. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.